ഡോക്ടർ മനോജ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1391 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ ഒരു ചർച്ചയാണ്. വയറിളക്ക രോഗങ്ങളും ഹോമിയോപ്പതിയും എന്നുള്ള വിഷയത്തിൽ ചർച്ചയാണ്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സന്തോഷപൂർവ്വം ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി റെഡിയായിരിക്കുക. ആദ്യം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇപ്പോൾ ഒരു സമ്മർ കടുത്ത വേനലൊക്കെ മാറി ഈ മഴ തുടങ്ങിയ ഒരു സമയത്ത് വയറിളക്ക രോഗങ്ങൾ സർവ്വസാധാരണമായി നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം കാണാറുണ്ട്. എൻ്റെ ക്ലിനിക്കിൽ ഇന്നൊരു വയറിളക്ക രോഗമായിട്ടൊരു പേഷ്യന്റ് വന്നു. അതുകൊണ്ട് ഞാനൊരു 3-4 മെഡിസിനൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയൊക്കെ വെച്ചു. അത് ഞാൻ പിന്നെ പറയാം. എന്തായാലും വയറിളക്ക രോഗങ്ങളെ കുറിച്ച് ആമുഖമായി സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കും. നന്ദി ശൈല ഡോക്ടറെ. നമ്മള് ഇന്ന് പെട്ടെന്നാണ് വയറിളക്കം എന്ന വിഷയത്തെ കുറിച്ച് വെക്കാമെന്ന് വെച്ചത്. കാരണം കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായിട്ട് മിക്കവാറും കൂടുതലായിട്ട് വയറിളക്ക രോഗങ്ങൾ വരുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പോൾ വരുന്ന വയറിളക്കം ടിപ്പിക്കൽ വയറിളക്കമല്ല. അത് മിക്കവാറും എല്ലാം തന്നെ പനിയുമായിട്ട് ബന്ധപ്പെട്ട വയറിളക്കമാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ വയറിളക്കം എന്ന് പറയുമ്പോൾ സാധാരണഗതി ഒരു 3 to 4 ടൈംസ് വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിനെ വയറിളക്കം നമ്മൾ പറയാറില്ല. പക്ഷെ അധികരിച്ചു പോവുകയും വേദനയോടുകൂടെ പോവുകയും വേദന ഇല്ലാതെ ആണെങ്കിൽ തന്നെ പല രീതിയിൽ പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ വയറിളക്കം നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇപ്പോഴും കണ്ടുവരുന്ന ഡോക്ടറെ കൊച്ചിന്റെ വയറ്റിൽ നിന്ന് 2-3 പ്രാവശ്യം പോയി ആകെപ്പാട് ക്ഷീണമാണ്, 1-2 വട്ടം ഛർദ്ദിക്കാൻ തുടങ്ങുന്നു, ഇങ്ങനെ ഒരു സിംറ്റത്തോട്. അപ്പം മിക്കവാറും അതൊരു പനിയുടെ ലക്ഷണമാണ്. അപ്പോൾ വയറിളക്കം സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് നമ്മൾ ഭക്ഷണത്തിന്റെ കുഴപ്പങ്ങളാണെന്നാണ്, ഭക്ഷണത്തിന്റെയോ വെള്ളത്തിന്റെയോ പ്രശ്നങ്ങളാണെന്ന് വിചാരിക്കുമെങ്കിലും പക്ഷെ വയറിളക്ക രോഗങ്ങളും വൈറൽ ഡിസീസ് കൊണ്ട് വരാം. എന്നാൽ ഇപ്പൊ വരുന്ന മിക്കവാറും വയറിളക്കം വൈറൽ ഡിസീസിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അതൊരു വയറിളക്കം എന്ന് പറയുന്നത് ടിപ്പിക്കൽ വൈറസിൽ നിന്നുണ്ടാകുന്ന ടൈപ്പ് വയറിളക്കമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറൽ റെമഡീസ് നമുക്ക് വളരെ ഗംഭീരമായ റിസൾട്ട് കിട്ടും. അപ്പൊ അത് പറയാൻ ഞാൻ കാരണം, നമ്മൾ നോക്കുമ്പോൾ കേസുകളെല്ലാം തന്നെ ഏകദേശം ദാഹമില്ല, ക്ഷീണമാണ്, അങ്ങനെയുള്ള ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. ഡ്രൈ ലിപ്സ് കാണിക്കും. അപ്പൊ മിക്കവാറും അവിടെ എല്ലാം തന്നെ നമ്മുടെ പൾസാറ്റിൽ വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു വിഷയം പെട്ടെന്ന് ഇടാനുണ്ടായ ഒരു കാരണം തന്നെ. നമുക്ക് അപ്പോഴപ്പോൾ അന്നുള്ള കേസുകൾ വരുമ്പോൾ അതിന്റെ വ്യത്യസ്തത, സാധാരണ നമ്മൾ ചീത്ത വെള്ളം കുടിച്ചിട്ട് അല്ലെങ്കിൽ മഴ അങ്ങനെയല്ല. പക്ഷെ ഇപ്പൊ മഴ നനഞ്ഞുണ്ടാകുന്ന പനിക്ക് പോലും ഇതുണ്ടാകും. നമുക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് കാലത്ത് പനി വരുമ്പോഴും സാധാരണഗതി ആദ്യം 2 ദിവസം നല്ല പനി വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് വിട്ടങ്ങ് ഇളകുമായിരുന്നു മിക്കവാറും. അപ്പൊ അങ്ങനെ വിട്ട് നല്ല രീതിയിൽ വയറിളകിയൊക്കെ കഴിയുമ്പോൾ മിക്കവാറും പേഷ്യൻസിന്റെ പനി വിടുകയും അതിനുശേഷം കോവിഡ് പെട്ടെന്ന് മാറുന്നതായിട്ട് കണ്ടുവന്നു. അപ്പൊ അതേ കാരണങ്ങൾ തന്നെ ഇവിടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ആപ്ലിക്കബിൾ ആണ്. അതൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷൻ ഇങ്ങനെ ഈ സബ്ജക്റ്റിലോട്ട് വെക്കാൻ കാരണം. അല്ലെങ്കിൽ സാധാരണ വയറിളക്കവും ഛർദിയൊക്കെ നമ്മൾ ഒത്തിരി തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വയറിളക്കമാണ് ഇപ്പൊ വരുന്നത്. ഇപ്പൊ തന്നെ മിക്കവാറും കഴിഞ്ഞ ഒരു കേസ് വന്ന ടിപ്പിക്കൽ പൾസാറ്റിലായിരുന്നു. ഞാനത് കൊടുത്ത് അത് മാറി. എന്നാൽ വേറൊരു കേസ് വന്നപ്പോൾ പൾസാറ്റിലായിട്ട് സിംറ്റംസ് വന്നത് ഇതെല്ലാം കുറഞ്ഞു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴും വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്, പക്ഷെ അറിയാതെ പോകുന്നുണ്ട്, പെയിൻലെസ് ആണ്. അപ്പൊ അവിടെ പൊഡോഫൈലം നന്നായിട്ട് വർക്ക് ചെയ്തു. പൊഡോഫൈലം കൊടുത്തപ്പോൾ തന്നെ അത് പെട്ടെന്ന് മാറി. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വിഷയം എടുത്തത്. അതുപോലെ തന്നെ ഇപ്പൊ വയറിളക്കം വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനോടൊപ്പം പനിയും ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ ബാപ്റ്റീഷ്യ എന്ന് പറയുന്ന മെഡിസിൻ, ശരിക്ക് ബാപ്റ്റീഷ്യയുടെ സിംറ്റത്തിലും ഇതൊക്കെ തന്നെ വരുന്നുണ്ട്. ചൈനയിൽ വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും പിന്നെ ആഴ്സനിക് ആൽബ് വരുന്നുണ്ട്, നക്സോമിക്ക വരുന്നുണ്ട്. അപ്പോൾ സാധാരണ കോമൺ പോളിക്കസ് റെമഡീസ് എല്ലാം തന്നെ അപ്ലൈ ചെയ്യാവുന്ന ഒരു രോഗാവസ്ഥയാണ് ഇപ്പൊ വരുന്നതെല്ലാം തന്നെ.
അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എല്ലാവരും ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ആ പോളിടെസ്റ്റുകളെല്ലാം ഒന്ന് നമ്മളൊന്ന് റെഫർ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് അതിനകത്തെ ഗ്യാസ്ട്രിക് ഭാഗങ്ങളും അതിൻ്റെ ജനറൽ മൊഡാലിറ്റീസും അത് വളരെ ഫലപ്രദമായിട്ടായിരിക്കും. ഒത്തിരി മെഡിസിൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ വയറിളക്കവും മാറും. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ പനി മിക്കവാറും വഷളാവില്ല. പക്ഷേ പല കേസുകളിലും ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കൂടെ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ആയ അല്ലെങ്കിൽ തക്കാളിപ്പനി എന്ന രീതിയിലും കേസുകൾ വരുന്നുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനോടൊപ്പം തന്നെ ചിക്കൻ ബോക്സ് പോലുള്ള കേസുകൾ വരുന്നുണ്ട്. അപ്പൊ ഇത് മിക്കവാറും ഈ കേസുകളെല്ലാം വരുന്നതിന്റെ മുന്നോടിയായിട്ടോ പുറകെ ആയിട്ടോ വയറിളക്കം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സാധാരണ മറ്റ് വയറിളക്ക അല്ലെങ്കിൽ അതിസാരം ആ ഒരു രീതിയിലോട്ട് പോകാതിരുന്നത്. തീർച്ചയായും ഞാൻ എൻ്റെ ഇതൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് തുടങ്ങി വെച്ചത്. ഇനി മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടർക്ക് വയറിളക്ക രോഗങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. മനോജ് ഡോക്ടറെ. നന്ദി. ഡോക്ടറെ ധാരാളം ഡോക്ടർ പറഞ്ഞ പോലെ ധാരാളം കേസുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാല് ഇത് കൂടുതൽ ആഴ്സനിക് ആൽബമായിട്ടാണ് തോന്നുന്നത്. ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ആഴ്സനിക് ആൽബം ഈൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് പ്രധാന കാരണം നമ്മൾ റെപ്പർട്ടറി നോക്കുമ്പോൾ 3 മാർക്ക് മെഡിസിനായിട്ട് കൊടുത്തിട്ട് 2 മെഡിസിൻ അർദ്ധനേട്രിക് ആഴ്സാൽപ്പാണ് 2-3 മെഡിസിനേ ഉള്ളൂ സൾഫർ. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല കൂടുതൽ പവർഫുൾ ആയിട്ട് ആക്ട് ചെയ്യുന്ന മെഡിസിനും ഈ പറഞ്ഞ പോലെ ഈ മഴക്കാലം ആകുമ്പോഴത്തേക്ക് വെള്ളത്തിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാമല്ലോ. അതൊരു കാര്യം. ഇനി നമ്മളെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഒരു തെറ്റായ സമീപനം നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാർ സ്വീകരിക്കാറുണ്ട്. നമ്മുടെ പലരും ഉണ്ട്. അതായത് ഇതിൽ നിന്നും ഈ രോഗാണുവിന് വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട്. പക്ഷെ അതല്ല. ഏറ്റവും കൂടുതൽ പ്രിവെന്റീവ് മെഡിസിനെ കുറിച്ചും ഈ ഹൈജീനെ കുറിച്ചും ആദ്യം ലോകത്തെ ഓർമ്മിപ്പിച്ചത് ഒരുപക്ഷെ സാമൂഹ്യ ഹനുമാനായിരിക്കും. ഫ്രണ്ട് ഓഫ് ഹെൽത്ത് എന്ന അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ കാണാം. ഈ പറഞ്ഞ സൺലൈറ്റിന്റെ പ്രാധാന്യം, ഈ ഹൈജീന്റെ പ്രാധാന്യം എന്തിനാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്? ഈ രോഗം പരത്തുന്നതിൽ ഡോക്ടർമാരുടെ പങ്ക് വളരെ വലുതെന്ന് ഹനുമാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്? ഒരു പേഷ്യന്റിനെ നോക്കിയിട്ട് കൈ കഴുകാതെ അടുത്ത പേഷ്യന്റിനെ നോക്കുന്നു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു കണ്ടേജിയൻ അതവിടെ പാസ് ചെയ്യുന്നു പറയുന്നുണ്ട്. നമ്മൾ ആവശ്യമില്ലാതെ വെറുതെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ IFP ഗ്രൂപ്പിൽ തന്നെ വലിയ വാദപ്രതികൾ നടക്കാറുണ്ട്. ബാക്ടീരിയ അല്ല, വൈറസ് അല്ല, ഇതുണ്ട്. പക്ഷെ ഈ ബാക്ടീരിയ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയുടെ പ്രതിരോധ ശക്തി വീക്ക് ആകുമ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അവിടെയാണ് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ബാക്ടീരിയ ഇല്ല, വൈറസ് ഇല്ല. അദ്ദേഹം പറഞ്ഞല്ലോ, മൈക്രോ ഓർഗാനിസത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, കോളറെ കുറിച്ച് സ്മോൾ മൈക്രോ ഓർഗാനിസം ആയിരിക്കാതെ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കാർലറ്റ് ഫീവറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സ്കാർലറ്റ് ഫീവർ പടർന്നപ്പോ ഹനുമാൻ ബെൽഡോണ കൊടുത്തു. പക്ഷെ ഒരു കാര്യം പറയുകയുണ്ടായി, ഇത് ക്വാറന്റൈൻ മെഷേഴ്സ് പ്രധാനമാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഒരു കുട്ടി, ആ കുട്ടിയുടെ തലയണയുടെ കവറ് വേറൊരു തച്ചുകൊണ്ട് വന്നിട്ട് ആ കുട്ടിക്ക് അസുഖം പിടിച്ചു. അതിന് കാരണം വെച്ചാൽ ഈ തയ്യൽക്കാരുടെ വീട്ടിലും കുട്ടിക്ക് അവിടുത്തെ ഒരു കൊച്ചിന് ഇതേ അസുഖം ഉണ്ടായിരുന്നു. ആ കുട്ടി കിടന്ന് ഉറങ്ങുന്ന മുറിയിൽ ആണ് ഈ തലയണ തച്ചവിടെ ഇട്ടത്. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സാധാരണ അമ്മമാർ എന്ത് കിട്ടിയാലും മണപ്പിച്ച് നോക്കിയിട്ട് ഉപയോഗിക്കൂ. ഇത് ആ കൊച്ചിന്റെ അമ്മ അത് ഉപയോഗിച്ചില്ല, അങ്ങനെ കൊച്ചിന് അസുഖം വന്നു. ഇത് എന്താ അർത്ഥമാക്കുന്നത്? ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഈ ഒരു കമ്പോണന്റ് ഉണ്ട് തന്നെയാണ് ഹോമിയോപ്പതി പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ അനാവശ്യമായി നമ്മളൊരു റോങ് പൊസിഷൻ അറ്റൈൻ ചെയ്യാറുണ്ട്. നമ്മൾ എതിരാണ്. അങ്ങനെയല്ല, നമ്മളാണ് ആദ്യം ഇത് പറഞ്ഞത്. നമ്മൾ തന്നെയാണ് അതിന്റെ എന്താ പറയുക പാറ്റേൺ ഹോമിയോപ്പതിക്കാണ്. ഇപ്പൊ തിളച്ചാറ് വെള്ളം കുടിക്കുക. അതുപോലെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ ജനറൽ സ്റ്റിമുലയെ കുറിച്ച് ചിന്തിക്കണം. എന്താണ്? അതായത് ഈ കഞ്ഞിവെള്ളം ഒപ്പിട്ട് കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഹൈജീൻ കീപ്പ് ചെയ്യുക, പ്ലസ് മെഡിസിൻ കൊടുക്കുക. ഇത് എല്ലാവരും ജനറൽ മാനേജ്മെന്റ് പ്ലസ് മെഡിസിൻ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മെഡിക്കൽ സിസ്റ്റത്തിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. അപ്പൊ അതുകൂടെ ഓർമ്മിക്കാൻ വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ മനോജ് ഡോക്ടറെ, നന്ദി. അതുപോലെ ഇനി മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അവരവരുടെ കേസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറയുക. എൻ്റെ കേസ് ഞാൻ പറയാം. എനിക്കിന്നൊരു ഡയറിയ കേസ് വന്ന് എന്തായാലും അപ്പോഴേ ഫോണിലാണ് ആദ്യം വിളിച്ചു പറഞ്ഞത് ഉച്ച സമയത്ത്. അപ്പോഴേ ഞാൻ എന്തായാലും ഇങ്ങനെ പല മരുന്നുകളെ കുറിച്ചും ആലോചിച്ചു. അപ്പം ഒരു 3-4 മരുന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലൊക്കെ ഓർത്തൊന്ന് റെഫർ ചെയ്തു. അപ്പോഴേ
അവര് പറഞ്ഞ സിംറ്റംസ് വെച്ച് മാച്ച് ചെയ്യുന്നത് ഞാൻ നോക്കിയ മെഡിസിൻ ഒന്ന് ഫോസ്ഫറസ് ആണ്, വെരൈട്രമാൽബ്, ആഴ്സനിക് ആൽബ്, ക്രോട്ടൻഡിക്. ഇത് 4 ഞാനത് നോക്കി. അപ്പൊ ഈ ഒരു 2 ദിവസം മുമ്പ് അവരുടെ മകൾക്ക് കൊച്ചുകുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് മെഡിസിനൊക്കെ കൊടുത്തു. 2 ദിവസം കൊണ്ട് അത് കുറഞ്ഞു. ആ കൊച്ചിന് പിന്നെ എന്താണ് വോമിറ്റിങ്ങും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ എപ്പിക്കാക്കും ആഴ്സനിക് ആൽബും രണ്ടും കൊടുക്കേണ്ടി വന്നു. കാരണം നിർത്താതെ ഛർദില് വയറ്റിൽ നിന്നും പോണു. അപ്പൊ അങ്ങനെ കൊടുത്തു. അത് 2 ദിവസം കൊണ്ട് എന്തായാലും കുറഞ്ഞു. അപ്പോഴേ ഇവർക്ക് അമ്മയ്ക്ക് ആ കൊച്ചിന് കുറഞ്ഞപ്പോ അമ്മയ്ക്ക് തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിലേത് കൊടുക്കണോന്ന് ഇങ്ങനെ ആലോചിച്ചു. ഇവർക്ക് എങ്ങനെയാണ് ഗഷിങ് ഔട്ട് ഓഫ് ആണ് ഡയറി, ജെർക്കിങ്, ഗഷിങ് അതൊക്കെ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഭയങ്കര സൗണ്ട്, വയറിനകത്ത് ഗർഗ്ലിംഗ് സൗണ്ട്, റംബ്ലിംഗ് സൗണ്ട്, അങ്ങനെ പല അങ്ങ് വയറ് മൊത്തം സൗണ്ട് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. ആഹാരമൊന്നും കഴിക്കുന്നില്ല, ഇങ്ങനെ ഡയറിയ ഇങ്ങനെ വയറ്റിൽ നിന്ന് നന്നായി പോകുന്നുണ്ട്, എന്നിട്ടും വിശപ്പില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ആ പേഷ്യന്റ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അപ്പൊ അത് എനിക്ക് അവസാനം എത്താൻ പറ്റിയത് ക്രോട്ടൺ ടിങ്ങിനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. ഗ്യാസിന്റെ നല്ല ശല്യം കാണും, ഈ സൗണ്ട് വയറ്റിനകത്ത് കാണും, പിന്നെ ചെന്നിരിക്കുന്ന മുമ്പ് ജെർക്കിങ് മൂവ്മെന്റിൽ ഇങ്ങനെ വയറ്റിൽ നിന്ന് പോകും. അപ്പൊ അങ്ങനെ അവസാനം ഞാൻ എത്തിയത് ക്രോട്ടൺ ടിങ്ങിലാണ്. പിന്നെ ഞാൻ ഒന്ന് റെഫർ ചെയ്ത് നോക്കി വെച്ചിരുന്നു ഈ ഫോൺ കാൾ കഴിഞ്ഞിട്ട്. അപ്പൊ വെരൈട്രമാൽബ് ഞാൻ നോക്കി. പ്രൊഫ്യൂസ് ഡയറിയാണ്. പക്ഷെ വെരൈട്രമാൽബിന്റെ ഡയറിയയുടെ ഒരു പ്രത്യേകത, ഏത് ഡിസീസ് ആണെങ്കിലും അല്ലെ ഏത് സിംറ്റം ആണെങ്കിലും അവർക്ക് അതിനോടനുബന്ധിച്ച് കോൾഡ് സ്വെറ്റ് ഇൻ ഫോർഹെഡ് അങ്ങനെ ഒരു സിംറ്റം ഉണ്ട്. അത് പക്ഷെ അവർക്ക് അങ്ങനെ ഇല്ല. പക്ഷെ ഡയറിയ പ്രൊഫ്യൂസ് ആയിരിക്കും, ക്ഷീണമൊക്കെ കാണും. അതാണ് വെരൈട്രമാൽബിന്റെ ഡയറിയ. പിന്നെ ഫോസ്ഫറസ് ഞാൻ നോക്കിയപ്പോൾ എന്താണ് മോഷൻ അല്ലെങ്കിൽ സ്റ്റൂൾ ഫ്രം എ ബങ്കോൾ എന്നാണ് അതിന്റെ മോഷന്റെ പ്രത്യേകത. പിന്നെ ഫോസ്ഫറസിന് എന്തായാലും ബേണിംഗ് ഇല്ലാത്തൊരു ഡയറി ഒന്നും കാണൂല. ഏതെങ്കിലും വയറിലോ അല്ലെങ്കിൽ നെഞ്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബേണിംഗ് സെൻസേഷൻ ഫോസ്ഫറസിനുണ്ട്. പിന്നെ ഏനസ് വൈഡ് ഓപ്പൺ ആയിട്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഫോസ്ഫറസിനുണ്ട്. അപ്പൊ ഫോസ്ഫറസിന് അതൊക്കെയാണ് ഫോസ്ഫറസിന്റെ ഡയറിയയുടെ ഇൻഡിക്കേഷൻ. പിന്നെ ഒന്ന് നോക്കിയത് ആഴ്സനിക് ആൽബിന്റെ ഡയറിയ സ്കാൻഡി ഡയറിയ ആയിരിക്കും, കുറേശ്ശെ കൂടെ പോവുക. ആഴ്സനിക് ആൽബിനും കുറച്ച് ക്ഷീണം, പിന്നെ തേഴ്സ്റ്റ്, സ്മാൾ ക്വാണ്ടിറ്റി ഇൻ ഷോർട്ട് ഇന്റർവെൽ, ഹോട്ട് വാട്ടർ ആയിരിക്കും, പേഷ്യന്റ് ചില്ലി ആയിരിക്കും. ഇതൊക്കെ ആഴ്സനിക് ആൽബിന്റെ പ്രത്യേകത. അങ്ങനെ എന്തായാലും ഞാൻ ഈ 3-4 മെഡിസിൻ അങ്ങനെ ഇങ്ങനെ ഒന്ന് റെഫർ ചെയ്തു. പക്ഷെ ആ പേഷ്യന്റ് ക്രോട്ടൺ ടിങ്ങിന്റെ ഡയറിയാണ്, അതാണ് കൂടുതൽ സിമിലിയുമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ ക്രോട്ടൺ ടിങ് കൊടുത്തു. അതാണ് ഇന്ന് എനിക്ക് കിട്ടിയ ഡയറിയുടെ ഒരു അനുഭവം. പിന്നെ ഇപ്പൊ ഈ സീസണിൽ ഈച്ച ശരിക്ക് മിക്കവാറും സ്ഥലങ്ങളിൽ വീടുകളിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഡയറിയൊക്കെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈച്ച ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ചാൻസും നമുക്ക് തള്ളിക്കളയാൻ ആവില്ല. അപ്പൊ അതും ഒരു കാരണമായേക്കാം. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഡയറിയെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോഴത്തെ. പിന്നെ അതിനോടനുബന്ധിച്ച് വൈറൽ ഫീവറിനോടനുബന്ധിച്ച് വരുന്ന ഡയറിയും കാണും. പക്ഷെ അല്ലാതെ തന്നെ ഡയറിയ വരുന്നുണ്ട് ഈ സീസണില്. ഇനി അടുത്തത് ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഡോക്ടർ ഇപ്പൊ പറഞ്ഞിരുന്ന പിന്നെ ഈച്ചയുടെ കാര്യം, അതേപോലെ ഈച്ച ഇങ്ങനെ ചെറിയ അതേപോലത്തെ ഈച്ച പോലുള്ള ചെറിയ പ്രാണികൾ, ഇതെല്ലാം ഈ ആഹാരം വെക്കുന്നിടത്തൊക്കെ സാധാരണ കാണാനുള്ള മഴക്കാലമാണ്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക വളരെ നല്ലതായിരിക്കും. ഒരു ആഹാര സാധനവും തുറന്നു വെക്കാതെ എല്ലാം മൂടി വെക്കുക എല്ലാവരുടെയും വീട്ടിൽ. അതേപോലെ തന്നെ പേഷ്യന്റിനോട് നമ്മളൊരു മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെപ്പറ്റി നല്ല ഒരു അവയർനെസ്, സോപ്പിട്ട് കഴുകുക എന്നുള്ളത് നമ്മൾ പാർശ്വവ്യാധികൾ ഉണ്ടാകുന്ന സമയത്ത് കൊടുക്കുന്ന പോലെ തന്നെ കൈ നന്നായിട്ട്
ചൂടുവെള്ളത്തിൽ സോപ്പിട്ട് നന്നായിട്ട് കഴുകി ഇത് ആഹാരം കഴിക്കുക. വെള്ളം കുടിക്കുകയാണെങ്കിലും പാത്രം എടുക്കുകയാണെങ്കിലും എല്ലാം നമ്മൾ പുറത്ത് പോയിട്ട് വന്നാലും എല്ലാം അത് സൂക്ഷിക്കുക. ഈ ഒരു അവയർനെസ് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വേറൊരു കാര്യം, തിളച്ച് നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു നമ്മുടെ ഒരു ഇതുപോലത്തെ IFPHന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വെള്ളം തിളപ്പിക്കുന്നത് സാധാരണ ഒന്ന് തിളപ്പിച്ചാൽ പോരാ, 3 മിനിറ്റ് പിന്നെയും തിളച്ച് കഴിഞ്ഞ് പിന്നെയും കൂടെ തിളപ്പിക്കണമെന്ന്. അത് നമ്മൾ എല്ലാ പേഷ്യൻസിനോടും അതൊക്കെ പറഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ഈ ഡയറിയ പേഷ്യന്റിന് ഏറ്റവും കൂടുതൽ വാട്ടർ ബാലൻസ് കീപ്പ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കഞ്ഞിയുടെ വെള്ളം ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും അതോടൊപ്പം തന്നെ നല്ല ക്ഷീണം മാറുന്നത് പിന്നെ വാട്ടർ ബാലൻസ് കീപ്പപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഔഷധം പോലെ തന്നെയുള്ള ഒരു സാധനമാണ് കഞ്ഞിയുടെ വെള്ളം. അത് ചുവന്നരിയുടെ കഞ്ഞിയുടെ വെള്ളം അല്ലെ പൊടിയരിയുടെ കഞ്ഞിവെള്ളം കുടിക്കാൻ അവരോട് ചൂടായിട്ട്, അത് ഒത്തിരി കട്ടിയുള്ള കഞ്ഞിവെള്ളം അല്ല, നേർത്ത കഞ്ഞിവെള്ളം കുറേശ്ശെ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഇവിടെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പിന്നെ വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് വലിയ അളവിൽ കുടിക്കാതെ കുറച്ച് കുടിക്കുക. എന്നിട്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞ് ആവശ്യം ചെറിയ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കുറച്ച് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പം വയറിളക്കത്തിനും നല്ലതാണ്, ഓക്കാനോ ഛർദിലോ വരാതിരിക്കാനും നല്ലതാണ്. നന്നായിട്ട് കല്ലുപ്പിട്ട വെള്ളം കൊടുക്കുന്നത് വളരെ നല്ലതാണ്, വെള്ളം കൊടുക്കുന്നത്. പിന്നെ കരിക്കിന്റെ വെള്ളം നല്ലതാണ്, അത് നമ്മൾ വീടിന് അടുത്തുള്ള തെങ്ങെന്നുള്ളതേ കുടിക്കാവുള്ളൂ. പുറത്തുനിന്ന് വരുന്നതിനകത്ത് കെമിക്കൽ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ശരീരത്തിന് ദോഷം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ള കരിക്കിന്റെ വെള്ളം അത് കൊടുക്കാം. പിന്നെ കഞ്ഞിയുടെ വെള്ളം, ഇതാ രണ്ടും വെള്ളം നന്നായിട്ട് കീപ്പപ്പ് ചെയ്യണം. പിന്നെ ഞാൻ സാധാരണഗതിയിൽ ഈ ആൾസാൽബ്, നക്സോമിക്ക ഇതൊക്കെ നമ്മളുടെ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആയിട്ട് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഞാൻ ബെൽഡോണയും കൂടെ കൊടുക്കാറുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചിന്ത, ഒരു ആൻറ്റിബയോട്ടിക്സ് പോലെ ഈ ബെൽഡോണ എഫക്റ്റ് ചെയ്യും. അഥവാ ഇനി വല്ല ഫുഡ് പോയിസണോ വല്ല ആണെങ്കിൽ അതിനെയും കൂടെ പ്രിവെന്റ് ചെയ്യാൻ ഈ ബെൽഡോണ സഹായിക്കും. അപ്പോൾ ആൾസാൽബിൻ്റെ നക്സോമിക്കയുടെ ഒക്കെ കൂടെ ഞാൻ ബെൽഡോണ കൊടുക്കാറുണ്ട്. അത് വളരെ നല്ല ഒരു റിസൾട്ടായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചപ്പാറോ എന്ന് പറയുന്ന മെഡിസിൻ വയറിളക്കത്തിന് വളരെ നല്ലതാണ്. നല്ല ലൂസ് സ്റ്റൂളുണ്ട്, ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്നു. അത് ആഴ്സാൽബ് പോലെ തന്നെ, എന്നാലും നിൽക്കുന്നില്ല. ഇത് എത്ര 3 ദിവസമൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചപ്പാറ കൊണ്ട് നന്നായിട്ട് കുറയും. അതേപോലെ പെയിൻലെസ് ആണെങ്കിൽ ചൈന അത് വളരെ നല്ല എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഡോക്ടറെ എനിക്ക് പറയാനുള്ളത്. പിന്നെ ബ്ലഡ് ഉണ്ടെങ്കിൽ മെക്സോള് അതും നമുക്ക് കൊടുക്കാം. അത് ബ്ലഡിന്റെ ഡോക്ടറെ, അത് ഡിസെൻട്രി ടൈപ്പിലേക്ക് പോകുന്നതല്ലേ അത് ഡിസെൻട്രി മെർസോള്? സൈഡിലോട്ട് മ്യൂക്കസും കൂടെ ഉണ്ടെങ്കിലാണ് അത്. മ്യൂക്കസ് ഉണ്ടെങ്കിൽ നക്സോമിക്കായും പിന്നെ ബ്ലഡ് ഉണ്ടെങ്കിൽ മെക്സോളും. അല്ല, ഞാൻ കൂട്ടത്തിൽ പറഞ്ഞുള്ളതേ ഉള്ളൂ. ശരി ഡോക്ടറെ. ഓക്കെ ഡോക്ടറെ, ലത ഡോക്ടറെ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ എന്താണ് ക്രോട്ടൺ ടിഗ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഡയറിയയ്ക്ക് നന്നായി എഫക്ട് ചെയ്യും. ക്രോട്ടൺ ടിഗ്, ഫോസ്ഫറസ്, വെരേട്രാൽബ്, ആഴ്സനിക്കാൽ. അപ്പൊ ഇതുകൂടെയൊക്കെ ഒന്ന് നോക്കി വെച്ചിരുന്ന അത് ഒരു ഇൻഡിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിനി അതുപോലെ തന്നെ ഡോക്ടർ ഒരു കാര്യം കൂടെ, ക്രോട്ടന്റെ കാര്യം പറഞ്ഞപ്പം അതിങ്ങനെ ഫോഴ്സ്ഫുള്ളി പോകുന്ന, ഇങ്ങനെ എറിഞ്ഞ് പോവുക എന്ന് പറയും നാടൻ ഭാഷയിൽ. അപ്പൊ അതിന് വളരെ നല്ലതാണ് ഈ ക്രോട്ടൻ ടിഗ്ഡിന്, വളരെ എഫക്റ്റീവാണ്. ഓക്കെ. ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തു, ഇപ്പൊ കാണുന്നില്ലല്ലോ. ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, കാണുന്നില്ലല്ലോ. ഔട്ടായി പോയോ? എവിടുന്ന് സൗണ്ട് വരുന്നു? ഹരിഹരൻ സാർ ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ഇപ്പോഴത്തെ വയറിളക്ക രോഗങ്ങൾ കേസ് കിട്ടിയവർക്ക് ഏത് മെഡിസിനാണ് എഫക്ട് ചെയ്തത്, എങ്ങനെയുള്ള കേസാണ് വന്നതെന്നൊക്കെ തീർച്ചയായിട്ടും
അഭിപ്രായങ്ങൾ പറയാം. സൂര്യ ഡോക്ടറെ, രമ, നമ്മുടെ അമ്മ വന്നിട്ടുണ്ടല്ലോ. മാഡം പറഞ്ഞോളൂ. അപ്പൊ പിന്നെ മാഡം എന്നാണ് വിളിക്കണേ. അല്ലേ ഇല്ലേ, അത് സൂമിൽ വരുമ്പോ ഓർക്കാം. പിന്നെ ഈ ഇപ്പോഴത്തെ ഈ അഴുക്ക വെള്ളം കുടിച്ച് ഉണ്ടാവുന്ന ഇതിന് വെള്ളത്തിന് ഇതുണ്ടായിരുന്നല്ലോ, ഇപ്പൊ കാക്കനാടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതിന് സിഞ്ചിബർ നല്ല അസല് മെഡിസിനാ. സിഞ്ചിബർ ടിഞ്ചർ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫ്രീക്വന്റ് ആയിട്ട് ഹരി ഒരു ഇത് പറയാറുണ്ട്, 1 ലിറ്റർ വെള്ളത്തില് മെഡിസിൻ ഒഴിച്ചിട്ട് ഫ്രീക്വന്റ് ആയിട്ട് അവരോട് കഴിക്കാൻ പറയുന്നത്. അതുപോലെ ഞാൻ പറയാറുണ്ട്. ഇങ്ങനെ 1-2 കുട്ടികൾ ഇവിടെ ഇവിടെ കാക്കനാട് താമസിക്കുന്ന, അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ ഇവിടെ മൂത്തന്ന് ഇവിടെ വന്നിരുന്നു. ആ കുട്ടികൾക്ക് ഈ സിഞ്ചിബറാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ അഴുക്ക വെള്ളം എന്ന് ഉദ്ദേശിക്കുന്ന ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ജ്യൂസ് ഒക്കെ ആണോ, അതെ പറ്റി വരുന്ന വെള്ളമാണോ? ഇതില് വാട്ടർ ഇത് വന്നല്ലോ, വാട്ടർ എന്തുകൊണ്ട് ഒരു പൊല്യൂഷൻ വന്നല്ലോ. ഞാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ. പൈപ്പിലെ വെള്ളം. അതിനെന്താ പൊല്യൂഷൻ വന്നിട്ട് അവർക്ക് എല്ലാം ലൂസ് മോഷനൊക്കെ ആയല്ലോ. അങ്ങനെ വന്നിട്ട് അവര് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഈ സിഞ്ചിബറാണ് കൊടുത്തത്. സിഞ്ചിബറും ആ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ശൈല പറഞ്ഞ പോലെ ക്രോട്ടൺ ടിഗ് ആണ് കൊടുത്തത്. ക്രോട്ടൺ ടിഗ് എന്ന് വെച്ചാല് ഇങ്ങനെ അതിൽ ഇരിക്കുമ്പോഴത്തേക്കും ആ കമ്മോട് മുഴുവനും തെറിക്കുന്ന വിധത്തിലായിരിക്കും ഈ വയറ്റിൽ നിന്ന് പോകുന്നത്. അപ്പൊ അതിന് ഈ ക്രോട്ടൺ ടിഗ് ആണ് ഞാൻ 2 കുട്ടികൾക്ക് കൊടുത്തത്. ഒരു കുട്ടിക്ക് ഞാൻ കൊടുത്തത് പോഡോഫിലാണ്. പോഡോഫിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോഡോഫിലം വണ്ണം കൊടുത്തു. ഞാൻ എപ്പോഴും പോഡോഫിലം കൊച്ചു കുട്ടികൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും ലൂസ് മോഷന് പോഡോഫിലം വണ്ണമാണ് കൊടുക്കുന്നത്. ഈ ലൂസ് മോഷന് പോഡോഫിലം വണ്ണമാണ് ഏറ്റവും ഇഫക്റ്റീവ് എന്ന് എനിക്ക് പ്രകാശൻ സാറ് പറഞ്ഞു തന്നതാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഡയറിയയ്ക്ക് പോഡോഫിലം വണ്ണമേ കൊടുക്കുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ 13-200 ഒക്കെ ഉപയോഗിക്കുമെങ്കിലും ഡയറിയയ്ക്ക് അത് എത്ര കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു ഡ്രോപ്പ് ആണെങ്കിലും ഒരു ഡ്രോപ്പ് കൊടുത്തിട്ട് അത് വണ്ണം ആണ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇപ്പോ ഈ പാല് കുടിച്ചിട്ട് ഇപ്പൊ ലൂസ് മോഷൻ വരുന്നുണ്ട്. ഇപ്പൊ പാല് കുടിച്ചിട്ട് ലൂസ് മോഷൻ വരാൻ എന്താ കാരണം എന്ന് വെച്ചാല് അവര് പാലെന്തായാലും നമുക്ക് പ്യുവർ പാലൊന്നും തരില്ലല്ലോ. അതും പ്രത്യേകിച്ച് ഈ പാലുകാർ കൊണ്ടുവരുന്ന പാലിന് അതില് ഇംപ്യുവർ വാട്ടറാണ് അവർ ആഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുന്ന ഇതിന് നാട്രം കാർബും സൈലീക്കയും സെപ്പിയും എനിക്ക് കിട്ടിയേക്കണത്. ഇപ്പോൾ ഈ ആഴ്ച ഈ മഴ കൂടി വന്നതിന് ശേഷം എനിക്കിങ്ങനെ ഇത് കിട്ടിയ ഈ കുട്ടികളുടെ ലൂസ് മോഷന് കിട്ടിയേക്കണത് ഇങ്ങനെ നാട്രം കാർബും സെപ്പിയും ഇതുമാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ കുട്ടികൾ ക്യാമ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഡയറിയ പറയും. അപ്പൊ അവരുടെ വെള്ളത്തിന്റെ ഒക്കെ പ്രശ്നവും ഫുഡിന്റെ പ്രശ്നവും ഒക്കെ ആയിരിക്കും. അതിന് സെപ്റ്റിസീമിയം 200 1 ഡോസ് കൊടുത്തിട്ട് പോഡോഫിലം വണ്ണം കൊടുക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക്. പിന്നെ വാട്ടർമെലോൺ ഈ ഇതില്ലേ തണ്ണിമത്തൻ ഇത്തിരി ചീത്തയായി കഴിഞ്ഞാല് അത് ലൂസ് മോഷൻ ഉണ്ടാക്കും. ലൂസ് മോഷൻ ഈ തണ്ണിമത്തൻ കഴിച്ചിട്ടുള്ള ലൂസ് മോഷൻ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവുകയും ചെയ്യും. അതിന് സിഞ്ചിബറും ആഴ്സാൽബുമാണ് ഞാൻ കൊടുക്കാറ്. ആഴ്സാൽബ് 3X സിഞ്ചിബർ ടിഞ്ചറും. ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ പറഞ്ഞ പോലെ ഡയറിയക്ക് എപ്പോഴും ആഴ്സാൽബ് 3X ആണ് ഉപയോഗിക്കുന്നത്. അത് ആഴ്സാൽബ് ഞാൻ 3X ആണ് ഉപയോഗിക്കാറ്. 3X പറഞ്ഞ പോലെ ഞാൻ വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഫ്രീക്വന്റ് ഡോസ് കൊടുക്കും. അപ്പൊ അവർക്ക് ക്ഷീണം ഉണ്ടാവില്ല, ദാഹമൊക്കെ ഉണ്ടാവും, പിന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവില്ല. പിന്നെ പോഡോഫിലം വണ്ണം അല്ലാതെ ഞാൻ ഡയറിയക്ക് ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല, അന്ന് സാറ് പറഞ്ഞതിന് ശേഷം. ഇതൊക്കെയാണ്. പിന്നെ ബാക്കിയൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാലോ. പെരാറ്റമാൾബ് ഡയറിയക്ക് 3X കോൺസ്റ്റിപ്പേഷൻ ആണ് വരണമെങ്കിൽ 30 ആണ് ഉപയോഗിക്കുക. ഡയറിയക്ക് 3X മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ, പെരാറ്റമാൾബ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആർക്കെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയാം അല്ലേ ലൈല? ഓക്കെ, താങ്ക് യു അമ്മേ. താങ്ക് യു അമ്മേ. താങ്ക് യു. ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഹരിഹരൻ സാറിലേക്ക് പോവാം. ഓക്കെ, ഇന്ന് ഡയറി ആയില്ലേ സബ്ജക്ട്? അതെ. ഞാനിപ്പോ തുറന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്റെ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോ
അത് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ മൊബൈൽ എടുത്ത് നോക്കാം. കൊള്ളാം, നല്ല സബ്ജക്റ്റാ ഡയറിയ. അതായത് ചികിത്സിക്കാൻ ഏറ്റവും രസമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ അസുഖമാണ് ഡയറിയ. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ ഡയറിയ ചികിത്സിക്കാൻ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറിയ ചികിത്സിക്കാനായിട്ട് ഞാൻ പഠിച്ചത് വാസ്തവത്തിൽ എൻ്റെ മോളുടെ ഒരു അസുഖം. അതായത് ഒരു 83-84 ഈ ആലപ്പുഴ മുഴുവൻ ഗാസ്ട്രോ എൻട്രൈറ്റിസ് വന്നു. ഒത്തിരി കുട്ടികൾ മരിച്ചു വന്നു. ഒത്തിരി കുട്ടികൾ മരിക്കുകയും അങ്ങനെ ഇരിക്കെ എൻ്റെ മൂത്ത മോക്ക് ഇതുപോലെ തന്നെ ഡയറിയ ഉണ്ടായി. ഡയറിയ വെച്ചാൽ സിവിയർ ഡയറിയ, അതായത് ഗാസ്ട്രോ എൻട്രൈറ്റിസ്, വോമിറ്റിംഗും ഉണ്ട്, ഡയറിയയും ഉണ്ട്. ഞാൻ പഠിച്ച പണി 18, ഇത്രയും എനിക്ക് എക്സ്പീരിയൻസും ഇല്ല. പഠിച്ച പണി 18 നോക്കിയിട്ടും അത് യാതൊരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എൻ്റെ അമ്മ എൻ്റെ ഒക്കെ പറഞ്ഞു, എടാ നീ ഈ കുഞ്ഞിനെ കൊല്ലാമെന്നാണോ നീ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്? മെഡിക്കൽ കോളേജ് തൊട്ടടുത്തല്ലേ, അവിടെ കൊണ്ടുപോകരുതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുപോകത്തില്ല, എന്നുവെച്ചാൽ അവിടെ കൊണ്ടുപോയാൽ ഈ കുട്ടി ചത്തുപോകും, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാത്തതെന്ന്. അവിടെ നിന്ന് അന്നത്തെ പ്രഗത്ഭരായ പല ഡോക്ടർമാരുണ്ടായിരുന്നു. ഒന്ന് ആലപ്പുഴ വർഗീസ് സാറ്, പിന്നെ ഒരു ചെറിയാൻ സാറ്, പിന്നെ വേറെ ദിനരാജൻ, എല്ലാവരും അന്നത്തെ പ്രഗത്ഭര. അവരെ കേട്ടൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് അവരൊക്കെ പറയുന്ന ഓരോ മരുന്ന് കൊടുത്തിട്ടൊന്നും അത് റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷേ ലാസ്റ്റ് ഞാൻ കൊടുത്ത മരുന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തൂസയാണ് ഞാനന്ന് കൊടുത്തത്. ആ കുട്ടിക്ക് ഒറ്റ ഡോസ് കൊടുത്തേ ഉള്ളൂ. ഒരാഴ്ചയായിട്ട് ഇങ്ങനെ കിടന്നിരുന്ന കുട്ടി എത്തൂസ ചെന്നതിന് ശേഷം അത് ഇങ്ങനെ റിക്കവർ ചെയ്തു. അന്ന് കൊടുത്ത വെള്ളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അരി തിളച്ച് വന്നപ്പം ഉള്ള ആദ്യത്തെ വെള്ളം, കഞ്ഞിവെള്ളമല്ല, ആദ്യത്തെ വെള്ളം ഓരോ സ്പൂൺ വെച്ച് ഫീഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏത് ഡയറിയ പേഷ്യൻ്റ് വന്നാലും വൊമിറ്റിംഗ് ആയിട്ട് വന്നാലും ഞാൻ കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ അരി തിളപ്പിച്ച് ആദ്യത്തെ വെള്ളമാണ് ഉപ്പിട്ട് കൊടുക്കാൻ പറയും. അതാണ് ഞാൻ ഇത്രയും നാളായിട്ട് അതിന് ശേഷം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിന് ശേഷം ഒത്തിരി ഡയറിയ, ഒത്തിരി ഡിസെൻട്രി, വൊമിറ്റിംഗ് ആൻഡ് ഡയറിയ, ഇതെല്ലാം ഞാൻ നന്നായിട്ട് തന്നെ ചികിത്സിക്കും. അതിന് എനിക്കൊരു പ്രോട്ടോകോൾ തന്നെ ഉണ്ടായിരുന്നു. വൊമിറ്റിംഗ് ആൻഡ് ഡയറിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കാംഫർ പിൽസ് ഉണ്ടല്ലോ, കാംഫർ പിൽസ് ഇല്ലെങ്കിൽ കാംഫർ ടിഞ്ചർ പിൽസിനകത്ത് ഡ്രോപ്പ് ചെയ്യണം. ഡ്രോപ്പ് ചെയ്തിട്ട് അത് ഒരു 5 ഗുളിക വെച്ച് ഒരു 15 മിനിറ്റ് ഇടവിട്ട് കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കേണ്ട ഒരു മരുന്നാണ് ബിസ്മത്ത് 30, ആഴ്സനിക് ആൽബ് ഈ കാംഫർ ടിഞ്ചർ പിൽസും കൂടെ 15 മിനിറ്റ്സ് ഇന്റർവെൽ കൊടുത്താൽ ഈ വോമിറ്റിംഗ് അപ്പം സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറിയ സ്റ്റാർട്ട് ചെയ്യും. അത് ഞാൻ അവരുടെ പറയും, ഇത് മേപ്പോട്ടുള്ള നിൽക്കും, കീഴ്പോട്ടേക്ക് തുടങ്ങുമെന്ന് പറയും. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ട മെഡിസിൻ എന്ന് പറയുന്നത് ആഴ്സനിക് ആൽബാണ് കൊടുക്കേണ്ടത്. ആഴ്സനിക് ആൽബ് 3x സ്റ്റാർട്ട് ചെയ്യണം. ആഴ്സനിക് ആൽബ് 3x സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡയറിയ അറസ്റ്റ് ചെയ്യും. അപ്പോൾ വൊമിറ്റിങ്ങും അറസ്റ്റ് ചെയ്തു, ഡയറിയയെ അറസ്റ്റ് ചെയ്യും. പിന്നെ എന്താ അടുത്ത സംഭവം? കാലേ നീര് വരും. ഒരു 80% കുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ് ഞാൻ ഈ പറയുന്നത്. കാലേ നീര് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പിസ് സ്റ്റാർട്ട് ചെയ്യണം. എപ്പിസ് കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം കാലിലെ നീര് പോകും. നീര് പോയി കഴിഞ്ഞാൽ കുട്ടി റിക്കവർ ചെയ്യും. ഒരു 5 ദിവസമെങ്കിലും ആഹാരം ഒന്നും കൊടുക്കരുത്, അരിയാഹാരം ഒന്നും കൊടുക്കരുത്, സ്റ്റാർച്ച്, ചോറോ കഞ്ഞിയോ ഒന്നും കൊടുക്കരുത്. അപ്പോഴൊക്കെ ഈ വെള്ളം മാത്രമേ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാവുള്ളൂ. പിന്നെ എപ്പോഴാണ് ആഹാരം കൊടുക്കേണ്ടത്? കുട്ടി നല്ല വിശപ്പുണ്ട് എന്ന് പറയുമ്പോൾ മാത്രമേ ആഹാരം കൊടുക്കാവുള്ളൂ. ആ ആഹാരത്തിൽ ആദ്യം കൊടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം വാങ്ങിച്ച് നടുക്കളത്തെ അരി കളഞ്ഞിട്ട് പിതുക്കി കുട്ടികൾക്ക് കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ട ആഹാരം നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം കൊടുക്കേണ്ട ആഹാരം ഇഡ്ഡലിയെ കൊടുക്കാവുള്ളൂ. ഇഡ്ഡലി, ആവിക്ക് വെച്ച് പുഴുങ്ങിയ ഇഡ്ഡലി അത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കഞ്ഞി കൊടുക്കാം. ഇതാണ് വോമിറ്റിംഗ് ആൻഡ് ഡയറിയയ്ക്ക് കൊടുക്കേണ്ട ഒരു പ്രോട്ടോകോൾ മെത്തേഡാണ്. പിന്നെ
ഡയറിയ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ വൊമിറ്റിങ് നമ്മൾ പിന്നെ വൊമിറ്റിങ്ങിന് വേറെ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഇത്രയും കൊടുത്തിട്ട് ഇപ്പൊ ഇത് കൊടുത്തിട്ട് കൺട്രോൾ ചെയ്തില്ല എങ്കിൽ അടുത്തതായിട്ട് വരുന്നത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന്റെ വൊമിറ്റിങ് നിങ്ങൾക്കറിയാം. അതായത് ആദ്യം വെള്ളം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വൊമിറ്റ് ചെയ്യും. പക്ഷേ ഈ കുട്ടിക്ക് ദാഹമായിരിക്കും. വെരേട്രാൽബിന്റെ പോലെ തന്നെ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ട് വെരേട്രാൽബ് ഒരു വണ്ടർഫുൾ റെമഡിയാണ്. അതായത് ഈ തേഴ്സ്റ്റ് ഫോർ കോൾഡ് വാട്ടർ വെരേട്രാൽബിനുണ്ട്. അത് അങ്ങനെ നമുക്ക് ആ സിംറ്റം വെച്ച് വെരേട്രാൽബ് കൊടുക്കാം. ഈ കോളറ ലൈക്ക് ഡിസെൻട്രി ആൻഡ് ഡയറിയയ്ക്ക് വൊമിറ്റിംഗ് ആൻഡ് ഡയറിയയ്ക്ക് വെരേട്രാൽബ് ബെസ്റ്റ് മെഡിസിൻസ് ആണ്. ബെസ്റ്റ് മെഡിസിൻ ആണ്. അതും കൂടെ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്തോണം. പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ടെമ്പറേച്ചർ ഉണ്ടാവും ഇതിന്റെ കൂട്ടത്തിൽ. ഈ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ പറഞ്ഞ കണക്ക് ബെൽഡോണ കൊടുക്കാം. പക്ഷെ ബെസ്റ്റ് മെഡിസിൻ ഈസ് പൈറോജൻ. പൈറോജൻ ആണ് അവിടെ കൊടുക്കേണ്ടത്. പൈറോജൻ അതായത് പൈറക്സി ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പൈറോജൻ 1 പൊട്ടൻസി ഒരു ഗ്ലാസ്സിനകത്ത്, ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിനകത്ത് പൈറോജൻ ഒരു ഡ്രോപ്പ് ഇറ്റിച്ചിട്ട് ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ അവിടെ സബ്സൈഡ് ചെയ്യും. പക്ഷെ എന്തെങ്കിലും ഞെട്ടലോ വല്ലതും കുട്ടി കാണിക്കുന്നെങ്കിൽ അപ്പൊ തന്നെ ബെൽഡോണ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, ഈ ഞെട്ടൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പിന്നെ ആ പേഷ്യന്റിനെ നമ്മുടെ കൈ വെച്ചോണ്ടിരിക്കരുത്. അപ്പോഴേ റെഫർ ചെയ്തേക്കണം. എന്താ വെച്ചാൽ മെനിഞ്ചൈറ്റിസിന്റെ ഒരു സിംറ്റമാണ് അത്. മെനിഞ്ചൈറ്റിസ് അങ്ങനെ എങ്ങാനും ഉണ്ടായെങ്കിൽ ഞെട്ടൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യരുത്. അപ്പൊ തന്നെ റെഫർ ചെയ്യണം. ഇല്ലെങ്കിൽ അത് പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അതാണ് സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് ഒക്കെയാണ്. പിന്നെ ഡയറിയ എന്ന് പറയുമ്പോഴത്തേക്ക് വൊമിറ്റിങ്ങോടെ നിൽക്കട്ടെ. വൊമിറ്റിങ് നമുക്ക് ധാരാളം വേറെ മരുന്നുകളും ഉണ്ട്. ഡയറിയ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഈ അലവലാതി ഭക്ഷണം കഴിച്ചിട്ട്, അതായത് കുട്ടികൾ കഴിക്കുമല്ലോ, ഓരോരോ അലവലാതി ഭക്ഷണം കഴിക്കും. അതിന് ബെസ്റ്റ് മെഡിസിൻ വെച്ചാൽ നക്സോമിക്ക 1x പൊട്ടൻസി. 1x പൊട്ടൻസിയാണ് ഏറ്റവും ബെസ്റ്റ്. അത് പിന്നെ നമ്മൾ അത് ഒരു 3 തുള്ളിയോ 4 തുള്ളിയോ വെച്ച് ഇടയ്ക്ക് കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് അത് അറസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് ആഫ്റ്റർ ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ്. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വയറ്റിൽ നിന്ന് പോവുക. അതിന് നമ്മൾ ആലോസ് 3x ആണ് അതിന് ഏറ്റവും നല്ല മെഡിസിൻ. അതും ഇതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ്സിലോ, ഇതെല്ലാം വെള്ളത്തിൽ കൊടുക്കുന്നതാണ് ഇതെല്ലാം ഏറ്റവും നല്ലത്. ആലോസ് 3x വെള്ളത്തിനകത്ത് കൊടുത്തിട്ട് ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാം. ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ്. അതാണ് അതിന്റെ സിംറ്റം തന്നെ. പിന്നെ ഈ സെൻസേഷൻ ഈ സ്റ്റൂള് പാസ് ചെയ്യുന്ന സമയത്തെ അതങ്ങനെ അറിയത്തില്ല. സെൻസേഷൻ ഈസ് ലോസ്റ്റ്. അങ്ങനെ ഒരു സിംറ്റം ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കൊടുക്കേണ്ട മരുന്ന് എർഗോൾട്ടിയ എന്നും പറഞ്ഞൊരു മരുന്നുണ്ട്. റയർ റെമഡി. അത് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. എന്നാലും അങ്ങനെ ഒരു സിംറ്റം ഉള്ള മെഡിസിൻ ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. പിന്നെ വെരേട്രമാൽബ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് വെരേട്രമാൽബ് ക്വാണ്ടിറ്റീസ് ഓഫ് കോൾഡ് വാട്ടർ ആൻഡ് കോൾഡ് സ്വെറ്റ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആൾട്ടർനേറ്റ് ഡേയ്സ് ഡയറിയ. ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവത്തില്ല, മറ്റന്നാൾ ഉണ്ടാവും, അതിൻ്റെ അടുത്ത ദിവസം ഉണ്ടാവത്തില്ല. അതിന് അലൂമൻ ആണ് ബെസ്റ്റ് മെഡിസിൻ. അലൂമൻ. പിന്നെ ക്രോട്ടൺ ഡിഗ്ലത്തിന് ഏറ്റവും ബെസ്റ്റ് അതിന്റെ സിംറ്റം വെച്ചാൽ, അതായത് എന്താ പറയണ്ടേ, ഈ ഇജക്റ്റഡ് ഡയറിയ ആണ്. ഇജക്റ്റഡ്, ഇങ്ങനെ തെറിച്ച് പോകും, തെറിച്ച്. അതാണ് ഈ ക്രോട്ടൺ ഡിഗ്ലിന്റെ പ്രത്യേകത. പിന്നെ ഈ ഡയറിയ ഒക്കെ നമ്മൾ ചികിത്സിക്കുമ്പോൾ ഈ ഡയറിയ നിന്നാലും ചിലപ്പം നെക്സ്റ്റ് ഡേ തൊട്ട് ഡിസെൻട്രി സ്റ്റാർട്ട് ചെയ്യും ചില കുട്ടികൾക്ക്. ആ ഡിസെൻട്രി ആണെന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മളത് ഡിഫറൻഷിയേറ്റ് ചെയ്തോണം. ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈ ടെനസ്മസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെർക്സോൾ ആണ് അവിടെ മെഡിസിൻ ആയിട്ട് വരുന്നത്. അല്ല, പിന്നെ അതിനകത്ത് അത് ഡിസെൻട്രി തന്നെ ബ്ലഡ് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ മെർക്കോർ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. പിന്നെ ഈ കുട്ടികൾക്ക് ഡെന്റിഷൻ പീരീഡിൽ ഡയറിയ വരുവാണെങ്കിൽ 2 മരുന്നാണ് നമുക്ക് മുഖ്യമായിട്ടുള്ളത്. ഒരെണ്ണം ഏതാണെന്ന് വെച്ചാൽ ഫൈറ്റോലാക്സ്. രണ്ടാമത്തെ മെഡിസിൻ കമോമില. പിന്നെ ചില കേസിൽ ഈ മുലപ്പാൽ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ വയറ്റിൽ നിന്ന് പോവുക. അങ്ങനെയുള്ള കേസിൽ നമുക്ക് നാട്രം കാർബും എത്തൂസയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പിന്നെ
പിന്നെ പെട്രോളിയം വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ ആണ്. അതിന്റെ വെച്ചാൽ ഈ രാത്രിയിൽ വയറ്റിൽ നിന്ന് പോകത്തില്ല, പകല് മാത്രമേ പോകത്തുള്ളൂ. അതായത് ഡ്യൂറിങ് ഡേ ബെറ്റർ അറ്റ് നൈറ്റ്, അതാണ് അതിന്റെ. പിന്നെ നെർവസ് ഡയറിയയ്ക്ക് വരുന്നത് അർജന്റൻ നൈട്രിക്കുമാണ് ബെസ്റ്റ് മെഡിസിൻ. ഈ അർജന്റൻ നൈട്രിക്കത്തിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചില കുഞ്ഞുങ്ങൾക്ക്, പൊടി കുഞ്ഞുങ്ങൾക്ക് എത്ര മരുന്ന് കൊടുത്താലും ഡയറിയ പോകില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ മലം ടെസ്റ്റ് ചെയ്യിക്കണം. മലം ടെസ്റ്റ് ചെയ്യിച്ചിട്ട് ഈ ഷുഗർ ഉണ്ടോന്ന് നോക്കാൻ പറയും. നമ്മുടെ ഈ യൂറിൻ ഷുഗർ എങ്ങനെയാണോ ചെക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷുഗർ ചെക്ക് ചെയ്യിക്കണം. അങ്ങനെ ഷുഗർ ചെക്ക് ചെയ്യിക്കുമ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ അർജന്റൻ നൈട്രിക്കാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ കൊടുത്താൽ. അപ്പൊ ഈ പോകുന്ന മലത്തിന് പച്ച നിറം കാണും. അതുപോലെ തന്നെ ഈ ചില അമ്മമാര് ഈ പാലിനകത്ത് മറ്റേ പാലാ കൊടുക്കുന്നെങ്കിൽ, പശുപാലാ കൊടുക്കുന്നെങ്കിൽ ധാരാളം മധുരം ഇട്ട് കൊടുക്കും. അങ്ങനെ അതെല്ലാം അറസ്റ്റ് ചെയ്യണം, നിർത്തിക്കളഞ്ഞിട്ട് പിന്നെ ഈ അർജന്റൻ നൈട്രിക്കും കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് ഒക്കെ. പിന്നെ പ്രഗ്നൻസി പീരീഡിൽ ഡയറിയ ചില സ്ത്രീകൾക്ക് വരുവാണെങ്കിൽ നക്സ് മോസ്ക് ആണ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ, നക്സ് മോസ്ക്. പിന്നെ മോർണിംഗ് ഡയറിയ, രാവിലെ എഴുന്നേറ്റ പാടെ ചില ആൾക്കാർ കാണാൻ മേലെ കക്കൂസിലേക്ക് ഓടും. അതിന് ദാറ്റ് ഈസ് തൂജ ഈസ് ബെസ്റ്റ് മെഡിസിൻ. ആൾട്ടർനേറ്റ്, അതായത് തൂജ കൊടുത്ത് റെസ്പോൺസ് കണ്ടില്ല എങ്കിൽ ഉടൻ സൾഫർ 1 ഡോസ് കൊടുക്കണം. മിക്കവാറും തൂജ കൊണ്ട് തന്നെ ക്യൂർ ചെയ്യും. പിന്നെ അയക്ക് ഡയറിയ പിന്നെ പകലുണ്ടാകത്തില്ല, ആ രാവിലെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഈ ഒരു ഡോക്ടർ പറഞ്ഞില്ലേ ചപ്പാരോ അമർഗോ ഏറ്റവും ബെസ്റ്റ് ഏതിന് കാര്യം എന്തയോ, ഈ അമീബിക് ഡിസെൻട്രി ഉണ്ട്, അമീബിക് ഡിസെൻട്രി. അതൊന്നും ഇപ്പോഴില്ല വാസ്തവം പറഞ്ഞ. ഞാൻ അതൊക്കെ ഇപ്പൊ അമീബിക് ഡിസെൻട്രി ഒക്കെ ചികിത്സിച്ചിട്ട് ഒത്തിരി കാലമായി. കാര്യം അതെങ്ങനെ സ്റ്റോപ്പായി പോയെന്ന് വെച്ചാൽ ഹൈജീനിക് മെഷേഴ്സ് വളരെ കൂടി. വെള്ളത്തിലൂടെയാണല്ലോ അതുണ്ടാകുന്നത്. അങ്ങനെ ആ വെള്ളമൊക്കെ നല്ല വെള്ളം കിട്ടുകയും ഒക്കെ വന്നതോടുകൂടി ആ അമീബിക് ഡിസെൻട്രി, അതുപോലെ തന്നെ കള്ളുകുടിയന്മാർക്ക് അമീബിയാസിസ്, അമീബിക് ഡിസെൻട്രി ഉണ്ടാകുമായിരുന്നു. അതായത് ഈ കള്ള് ചെത്തുന്നവര് അടുത്തുള്ള തോട്ടീന്നോ കുളത്തീന്നോ ഒക്കെ വെള്ളം കോരി അതിനകത്ത്, അങ്ങനെ അമീബ ഉണ്ടായിട്ട് അങ്ങനെ അമീബിക് ഡിസെൻട്രി ഉണ്ടാകാറുണ്ട്. പിന്നെ വെച്ചാൽ ഈ വല്ലാത്ത നാറ്റം, അതായത് ഈ കുട്ടിയെ കൊണ്ട് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ മൂക്ക് പൊത്തും. അത് അങ്ങനത്തെ 2 മരുന്നാണ് അതിനുള്ളത്. ഒന്ന് ഏതാന്ന് വെച്ചാൽ റിയം, പുളിമണം, വല്ലാത്തൊരു പുളിമണമാണ് കുട്ടിയെ കൊണ്ട് ക്ലിനിക്കിലേക്ക് വരുമ്പോൾ. അതിന് റിയം 3x കൊടുക്കുകയാണെങ്കിൽ നല്ല ആക്ഷൻ കിട്ടും. അതിന് പിന്നെ ബെൻസോയിക് ആസിഡും അതിന് പറയുന്ന ഒരു മെഡിസിനാണ്. പിന്നെ റോട്ടനെക്ക്, അതായത് ചീമട്ട നാരക കണക്ക്, ചീമട്ട, അതൊക്കെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചീമട്ടയുടെ നാറ്റമുള്ള അത് അവര് തന്നെ പറയും വല്ലാത്ത വാടയാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മെഡിസിൻ ഏതാണെന്ന് വെച്ചാല് സോറിനം കൊടുക്കണം. സോറിനം വല്ലാത്ത റോട്ടൻ എഗ് സ്മെൽ എന്നാണ് അതിന് പറയുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് സോറിനമാണ്. പിന്നെ ഡയറിയ ആഫ്റ്റർ ടേക്കിംഗ് മിൽക്ക്, പാല് കുടിച്ചാൽ ഉടനെ ഡയറിയ വരുന്നതിന് സിലീഷ്യ ബെസ്റ്റ് മെഡിസിൻ ആണ്. പിന്നെയുള്ളത് മിൽക്ക് നോട്ട് ഡൈജസ്റ്റഡ് ഡയറിയ, അതിന് മാക്കാർബ് കൊടുക്കാം, എത്തൂസ കൊടുക്കാം, നാട്രം കാർബ് കൊടുക്കാം, അതൊക്കെ ചെയ്യാം. മിൽക്ക് നോട്ട് ഡൈജസ്റ്റഡ് ഡയറിയയുടെ മെഡിസിൻസ് ആണ് അതെല്ലാം. പിന്നെ വേറെ ഒരു രസകരമായ സിംറ്റം ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പേഷ്യന്റ് ഈസ് ഫീൽ ബെറ്റർ ആഫ്റ്റർ സ്റ്റൂൾ. അതിന്റെ മെഡിസിനാണ് ആസിഡ് ഫോസ്. വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നല്ല സുഖവും സന്തോഷവുമാണ്. അതിന്റെ മെഡിസിനാണ് ആസിഡ് ഫോസ്. നോൺ ഡെബിലിറ്റേറ്റിംഗ് ഡയറിയ ആണ്. ഒരു ക്ഷീണവും കാണത്തില്ല, പക്ഷെ ഡയറിയ ഇങ്ങനെ കൊണ്ടേയിരിക്കും. പിന്നെ ഈ പേടിച്ചിട്ട് ചില കുട്ടികൾക്ക് സ്കൂളിലോ ഇല്ലെങ്കിൽ എവിടെങ്കിലും പോയി കഴിഞ്ഞോ ഒക്കെ പേടിച്ചു കഴിഞ്ഞാല് ഡയറിയ ആയിട്ട് നമുക്ക് കൊണ്ടുവരും. ഇതൊന്നും അലോപ്പതിക്കാർക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മാർക്കേ ചെയ്യാൻ പറ്റും. അതിന്റെ മെഡിസിൻ ആണ് ദാറ്റ് ഈസ് ഓപ്പിയം. പിന്നെ അടുത്ത വേറെ മെഡിസിൻ വെച്ചാൽ സോർ സ്മെല്ലിംഗ് ഡയറിയ ഞാൻ പറഞ്ഞു, അതായത് റിയം ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. പിന്നെ ഡെന്റിഷൻ പീരീഡിൽ കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് കാൽക്കേരിയ ഫോസ് 6x. അത് ഈ പല്ല് മുളച്ച്
വരുന്നിടം വരെയും കാണും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ കാൽക്കരിയ 4-6 കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഈ വല്ലാത്ത വയറുവേദനയായിട്ട് കുട്ടികൾ ഡയറിയായും വയറുവേദനയും ഒക്കെ ആയിട്ട് നമ്മുടെ വരും. അതിന് നമ്മൾ കൊളോസിന്ത് ഒരിക്കലും മറക്കരുത്. കൊളോസിന്ത് 200 ഒരു സ്വല്പം വെള്ളത്തിനകത്ത് ഇളക്കിയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വേദനയും കുറയും, അതുപോലെ തന്നെ ഡയറിയായും കൊള്ളും. പിന്നെ വേറെ ഒരു മെഡിസിന് സാധാരണ ഞാനൊക്കെ എൻ്റെയൊക്കെ ആദ്യകാല പ്രാക്ടീസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നാണ് ഗംബോഗിയ. ഗംബോഗിയയുടെ സിംറ്റം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഫോഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ ഫീലിംഗ് ബെറ്റർ, അതും ഗംബോഗിയയുടെ ഒരു സിംറ്റമാണ്. അതെങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഗംബോഗിയ ടിഞ്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പശയാണ് അതിന്, ഭയങ്കര പശ. അത് കൊടുക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. എന്നാലും അന്നൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ റിമാറ്റിസം ഉള്ള പേഷ്യൻസ് ഉണ്ട്. റിമാറ്റിസവും പൈൽസും ഒക്കെ ഉള്ള പേഷ്യൻസ് ഡയറി ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അബ്രോട്ടാനം, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ ആണ്. പിന്നെ ഈ റോട്ടൺ എഗിന്റെ സ്മെല്ല് ഞാൻ സോറനം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മെഡോറിനത്തിനും ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ സ്മെല്ല് ഉള്ള ഡയറിയ ഉണ്ട്. അതുകൊണ്ട് ഡയറിയ എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഭയത്തിനും ആവശ്യമില്ല. പിന്നെ വേറെ ഒന്ന് ഞാൻ പറയാം. അതായത് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ ഒത്തിരി ചെറുപ്പക്കാർക്ക് നമ്മളെ ചികിത്സിക്കാറുണ്ട് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അതായത് അവർക്ക് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഒരു 4-5 പ്രാവശ്യമെങ്കിലും അവർ കക്കൂസിൽ പോകും. പോകുമ്പോൾ എന്താ പോകുന്നത്, വളരെ ഒരു സ്മോൾ ക്വാണ്ടിറ്റിയെ പോകുള്ളൂ. അതായത് നക്സോമിക്കയുടെ സിംറ്റമാണ് അവർ ആ സമയത്ത് പറയുന്നത്. പക്ഷേ നക്സോമിക്ക കൊണ്ട് മാത്രം അത് ഭേദമാവത്തില്ല. അവരുടെ മെന്റൽ സിംറ്റം കൂടെ നമ്മൾ എടുക്കണം. അതിന് അർജന്റ് നൈട്രിക്കം, മെജോറിറ്റി കേസിലും വരുന്നത് അർജന്റ് നൈട്രിക്കമാണ് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിന്. അത് ഒരു 2-3 മരുന്നുകളിലേക്ക് നമ്മൾ പോകണം. സൾഫർ വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ. ഈ സൾഫറിന്റെ ഒരു ആക്ഷൻ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വളരെ കൂടുതലായിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നതാണ്. അതായത് ഈ നമ്മൾ ഈ പൈൽസിനെ ഈ ഡയറി ആയിട്ട് വരും ചില ആൾക്കാർ. പൈൽസ് അവർക്ക് പൈൽസും ഉണ്ട്, അതുപോലെ തന്നെ ഡയറിയയും ഉണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ ഈ സൾഫറും നക്സോമിക്കയും കൂടെ ആൾട്ടർനേറ്റ് ചെയ്യുവാണെങ്കിൽ ക്യൂർ ചെയ്യത്തില്ല, പക്ഷേ പേഷ്യന്റിന് ഭയങ്കര റിലീഫ്. നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യന്റിന് റിലീഫ് കിട്ടും. പിന്നെ അത് നമ്മൾ പൈൽസിൻ്റെതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എടുത്ത് നമ്മൾ പൈൽസിനെ ചികിത്സിക്കുകയാണെങ്കിൽ 100% പൈൽസ് നമുക്ക് ഭേദമാക്കാം. അതിന് കുറച്ച് ടിഞ്ചേഴ്സും നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ എന്നാലും വണ്ടർഫുൾ. മെർക്സോള് എനിക്ക് ധാരാളം പേഷ്യൻസിനെ കിട്ടിയിരിക്കുന്നത് മെർക്സോളിലാണ് ധാരാളം ഇഫക്റ്റീവായിട്ട് കിട്ടിയിരിക്കുന്നത്. മെർക്സോള്, നക്സോമിക്ക, തൂജ, ആസിഡ് നൈട്രിക്കം, സിലീഷ്യ, ഇങ്ങനെയുള്ള ഇതിനെല്ലാം നമുക്ക് ഈ പൈൽസിന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ പ്രൊവൈഡഡ് നമ്മൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. വേറെ ആൾക്കാർക്കും പറയാനുണ്ടാവും, ഞാൻ തന്നെ പറഞ്ഞിട്ട് പോയാൽ ശരിയാകത്തില്ല. ഹരിഹരൻ സാറേ, വലിയൊരു എന്താണ് പുസ്തകം തന്നെ ഡയറിയെ കുറിച്ച് തുറന്നു സാറ്. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി മെഡിസിൻ വന്നു. ഇനി ഇതിൽ ഏതിലെങ്കിലും പെടാതെ എന്തെങ്കിലും ഉണ്ടോ, ഉള്ള ഏതെങ്കിലും മെഡിസിൻ ഡയറിയക്ക് ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ദേവൻ ഡോക്ടറെ നമുക്കൊന്ന് വിളിക്കാം. ദേവൻ ഡോക്ടറെ. ആ, നമസ്കാരം. നമസ്കാരം. ഹലോ, കേക്കാം. ഫോൺ വന്ന് കുറെ നേരമായിട്ട് ഫോണിലായിരുന്നോണ്ട് ഇവിടുത്തെ ചർച്ച മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഒരു ഫോൺ വന്നായിരുന്നു, അപ്പൊ അതിലായിപ്പോയി ഞാൻ. ഓക്കെ. അപ്പൊ ഞാനിവിടെ പ്രസന്റ് ആയിരുന്നെങ്കിലും എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പം ഡയറിയയിലിപ്പോ ഏകദേശം എല്ലാ കാര്യങ്ങളും ഒക്കെ ഡോക്ടറും ഇപ്പൊ എല്ലാരും പറഞ്ഞ് കാണണം എന്ന് കാരണം പിന്നെ ഞാൻ കയറിയപ്പോ ഹരിഹരൻ ഡോക്ടർ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കുറച്ചായപ്പോ ഫോൺ വന്നു, പിന്നെ ഒന്നും കേൾക്കാനും പറ്റിയില്ല. അപ്പൊ സാധാരണ എന്തൊക്കെ പറഞ്ഞെന്ന് അറിയാൻ വയ്യാത്തതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ എന്ത് പറയണമെന്ന് ഇപ്പം ഡോക്ടർ സാധാരണയായിട്ട് ഇപ്പോ കേസുകൾ വരുന്നുണ്ടോ? ഏത് മെഡിസിനൊക്കെയാണ് ഇപ്പോ
ഡോക്ടർക്ക് പറയാനുള്ളത്? അത് പറഞ്ഞാ അത് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞ. പ്രധാനമായിട്ട് ഇപ്പോ ഡയറിയ എന്നുള്ള രീതിക്കാണെങ്കിൽ നമ്മൾ കോഡോഫിലും പ്രോട്ടോണ്ടിക് അങ്ങനെയുള്ള നാട്രം കാർബ് മാക്കാർബ് റിയം ഇതൊക്കെയാണ് സാധാരണ കൊടുക്കുന്നത്. പിന്നെ സിംറ്റം അനുസരിച്ചിട്ട് ഇപ്പം ഒരു 5-8 പ്രാവശ്യം വയറ്റിൽ നിന്ന് പോയിട്ടും കൊച്ച് ഓടി നടന്ന് കളിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കത്തില്ല, ആസിഡ് ഫോസ് കൊടുക്കും. പിന്നെന്താണ് പിന്നെ ഇപ്പോ റൊമാറ്റിസമായിട്ട് ആൾട്ടർനേറ്റ് ചെയ്ത് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചതിന് ശേഷം സന്ധിവേദനയ്ക്കൊക്കെ മെഡിസിൻ കഴിച്ചതിന് ശേഷമാണ് ഡയറിയ വരുന്നതെങ്കിൽ അബ്രോട്ടാനം കൊടുക്കും. പിന്നെയുള്ളത് രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ ഞാൻ സൾഫറാണ് കൊടുക്കണം. രാത്രിയിൽ നമുക്ക് എർലി മോർണിംഗ് എന്നൊക്കെ പറയുമെങ്കിലും രാത്രിയിൽ പോകുന്നത് പ്രത്യേകിച്ച് ഡെബിലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ ഇത് ആസിഡ് ഫോസ് അല്ല സോറി സൾഫറാണ് കൊടുക്കണം. ആസിഡ് ഫോസ് ഡെബിലിറ്റിക്ക് കൊടുക്കും. ഡെബിലിറ്റി ചിൽഡ്രൻ അത് ഈ ഇങ്ങനെയുള്ളതല്ല, അവർക്ക് ഒരു സവർ ഫുഡ്, ഒരു ആസിഡ് ഫുഡ് കൊണ്ട് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ആസിഡ് ഫുഡ് കൊണ്ടാണ് ഡയറിയ ഉണ്ടാകുന്നത് എങ്കിൽ ഡെബിലിറ്റി എന്ന് വെച്ചാൽ ആസിഡ് ഫോസിന് ഡയറിയ ഉള്ളപ്പോൾ ഉള്ള ഡെബിലിറ്റി അല്ല. ഡയറിയ കൊച്ച് 4-5 പ്രാവശ്യം 5-6 പ്രാവശ്യം പോയാലും ഓടി നടന്ന് കളിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ആള് ലീൻ തിന്നൊക്കെ ആയിട്ട് മെലിഞ്ഞ ഒരു ഡെബിലിറ്റി, പൊതുവായിട്ട് ഡെബിലിറ്റി ഉണ്ടെങ്കിൽ ആസിഡ് ഫുഡ് കൊണ്ട് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ആസിഡ് ഫോസ് ആണ് കൊടുക്കുന്നത്. പിന്നെ റിയത്തിന്റെ ഇത് നമുക്കറിയാം, റിയത്തിന്റെ മാക്കാർബിന്റെ ഒക്കെ സ്മെല്ലും ഒരു സവർ സ്മെല്ലും. എന്താ പറഞ്ഞ? അല്ല, ഞാൻ ഡോക്ടർ പറഞ്ഞതന്നെ ഉള്ളു, സവർ അതെ സവർ ആയിരിക്കും അല്ലേ മാക്കാർബിന്. അതെ മാക്കാർബിന് സവർ സ്മെല്ലായിരിക്കും. പിന്നെ അർജന്റനൈട്രിക്ക് നമ്മള് ഡയപ്പറിൽ അത് ഇരുന്ന് കഴിഞ്ഞാൽ കളറ് മാറും. അതാണ് അർജന്റനൈട്രിക്കത്തിന്. പോകുമ്പോൾ ഉള്ള കളറല്ല, കുറച്ചു നേരം ഡയപ്പർ കെട്ടി ആയിരുന്നല്ലോ കുട്ടികൾക്കാരും കൊണ്ടുവന്നു. അപ്പൊ അവര് പറയും അത് ഈ ഡയപ്പർ കുറച്ചു നേരം കെട്ടി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡയപ്പർ അതല്ലെങ്കിൽ തുണി തന്നെ ആണെങ്കിൽ കഴുകാതെ മാറ്റി കുറച്ചു നേരം വെച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ നല്ല പച്ചനിറമാണ്, നല്ല പച്ചനിറാകും. പോകുമ്പോൾ പച്ചനിറായിരിക്കത്തില്ല. അത് അർജന്റനൈട്രിക്കാണ്. പിന്നെ എന്താ പറയണ, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവിടെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ആണ്. അങ്ങനെയൊക്കെയാണ് പൊതുവെ എടുക്കുന്നത്. പിന്നെ ഭയങ്കര സ്മെല്ലാണെങ്കിൽ ആഴ്സ് വരും, ബാക്ടീഷ്യ വരും, ബാക്ടീഷ്യ സോറിനം വരും ഭയങ്കര സ്മെല്ലാണെങ്കിൽ. ആസിഡ് കാർബും വേണമെങ്കിൽ പറയാം. പിന്നെ കാർബോളിക് ആസിഡ്, സോറി കാർബോളിക് ആസിഡ്, അതന്നെ ആസിഡ് കാർബോളിക് ആസിഡ് വരാറുണ്ട് സ്മെല്ലുണ്ടെങ്കിൽ. ഈ പോയി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടുകാർ തന്നെ പറയും, നമ്മളോട് വന്നിട്ട് പറയും, അതിന് നമ്മള് റസ്ക്ലേബ്ര കൊടുക്കാറുണ്ട്. പോയി കഴിഞ്ഞിട്ട് ആ ടോയ്ലറ്റിൽ കയറാൻ പറ്റത്തില്ല ഒരു 2-3 മണിക്കൂർ നേരത്തെ എന്നൊക്കെ പറയുകയാണെങ്കിൽ റസ്ക്ലേബ്രയും ആസിഡ് കാർബും കൂടിയാണ് സാധാരണ കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ ആദ്യം ഏതാ പറഞ്ഞ ഡോക്ടറെ? ഫസ്റ്റ് ഏതാ റസ്റ്റോക്സിന്റെ ഗ്ലേബ്ര. അത് ഈ ഒഫൻസീവ് ഫ്ലാറ്റസിനും റസ്ക്ലേബ്ര, അത് ഞാൻ പണ്ട് ഇവിടെ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒഫൻസീവ് ഫ്ലാറ്റസിന് സ്പെസിഫിക് ആണ്. കാരണം അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അവിടെ ഡിസിൻഫെക്ഷൻ നടക്കണില്ല അവിടെ ഇതിനകത്ത്. അപ്പൊ ആ ഡിസിൻഫെക്ഷൻ നടക്കാത്തത് കൊണ്ട് ആണ് സ്റ്റൂളിന് അത്രയും സ്മെല്ലുണ്ടാകുന്നതുകൊണ്ട് ഇവരുടെ ഗ്യാസിന് ഭയങ്കര സ്മെല്ലായി. അത് തന്നെ അത് നടക്കാത്തത് കൊണ്ട് അത് ഡൈജഷൻ പൂർണ്ണമാകാത്തത് കൊണ്ട് സ്റ്റൂളിന് സ്മെല്ലായിരിക്കും. അപ്പൊ വീട്ടുകാർ വന്ന് പറയും ഇങ്ങനെ, നിങ്ങൾക്ക് ഇങ്ങനെ പുള്ളി പോയി കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഭർത്താവിന്റെ കാര്യം ഭാര്യ പറഞ്ഞു, അയ്യോ മക്കളും പറയും ഞാൻ പറഞ്ഞ സഹിക്കാൻ വരുന്നവരാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ആ ടോയ്ലറ്റിൽ കയറാൻ പറ്റും. പൊതുവായിട്ടുള്ള മെഡിസിൻ നിങ്ങൾക്ക് കോഡോഫിലത്തിന്റെ ഒക്കെ എല്ലാവർക്കും അറിയാം. പിന്നെന്താണ് പറയാനുള്ളത്? ഇത്രയൊക്കെയാണ് എനിക്കിപ്പം. ഇനി എന്തെങ്കിലും
ഇപ്പോ ഒരു സംശയം ഉള്ളത്, ഈ എന്താണ് ഡയറിയ മാത്രം ആയിട്ട് ആണോ വരുന്നുണ്ടോ, അതെ ഈ ഏതെങ്കിലും വൈറൽ ഫീവറിന്റെ കൂടെ ഉള്ള ഡയറിയ ആണോ ഇപ്പോൾ ഉള്ളത്? രണ്ടും ഉണ്ടോ? രണ്ടും ഉണ്ട്. കുറെ പണ്ടത്തെ പോലെ ഈ പണ്ട് എന്ന് പറഞ്ഞ ഒരു ഉത്സവം, മഴക്കാലം ഉത്സവം ഞങ്ങളുടെ നാട്ടിൽ ആദിത്യ പൂജ എന്നൊരു പരിപാടി. അത് ഈ കരപ്പുറം പ്രദേശത്ത് മാത്രമുള്ള, ചേർത്തല, അമ്പലപ്പുഴ സ്ഥലങ്ങളിൽ മാത്രമുള്ള. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഓവർ ഈറ്റിംഗ് ആയിട്ട് ഉള്ള പ്രശ്നം കൊണ്ട് ഇങ്ങനെ ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ എല്ലാ വീടുകളിലും കൃത്യമായ ഭക്ഷണമൊക്കെ ഉള്ളതുകൊണ്ട് ഈ പൂജ സമയത്തൊന്നും പോയി ഓവറായിട്ട് കഴിക്കുന്ന പരിപാടിയില്ല. അതുപോലെയൊന്നും വയറിളക്കമൊന്നും ആയിട്ട് ഇപ്പൊ ആരും വരുന്നില്ല. അതിനിടയ്ക്ക് ഓർമ്മ വന്നൊരു കാര്യം, ക്യാമ്പ് ഡയറിയക്ക് നമ്മൾ പറയുന്നത് ചൈനയാണ്. ചൈന എന്ന് വെച്ചാൽ ചൈന മാത്രമല്ല കേട്ടോ, സിംറ്റം കറക്റ്റ്. ക്യാമ്പ് ഡയറിയക്ക് ഒരു ഒരു സാധാരണഗതിയിൽ പറയുന്ന ഒരു മെഡിസിൻ ക്യാമ്പ് ഡയറിയ എന്നുള്ള രീതിയിൽ പറയുന്നത് ചൈനയാണ്. ഇപ്പൊ ഈ NCC അങ്ങനെയൊക്കെയുള്ള NCC തന്നെ വേണമെന്നില്ല, ഇപ്പോഴത്തെ ഈ അങ്ങനെയുള്ള ഒരുമിച്ച് ഉള്ള എന്തെങ്കിലുമൊക്കെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നിന്നുള്ള അതിന് സാധാരണ ചൈനയാണ് കൊടുക്കുക. പിന്നെ പൾസാറ്റില ഒരിക്കലും മറക്കരുത്. പൾസാറ്റില ഒരു വണ്ടർഫുൾ റെമഡിയാണ്. അതായത് ഈ ബിരിയാണി ഇതെല്ലാം കഴിച്ചിട്ട് പൾസാറ്റിലേക്ക് നൈറ്റ് ഡയറിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നൈറ്റ് ഡയറി അല്ല ഡോക്ടറെ, ഫാറ്റി ഫുഡ്സ്, ഈ ഫാറ്റി ഫുഡ്സ് കഴിച്ചിട്ട് വന്ന് നമ്മൾ പിറ്റേ ദിവസം ഡയറി ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ പൾസാറ്റില എപ്പോഴും നമ്മുടെ മനസ്സിരിക്കണം. പൾസാറ്റില 200 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല ആക്ഷൻ. അതാണല്ലോ പൾസാറ്റിലയുടെ ഒരു മെയിൻ ഇതല്ലേ പൾസാറ്റില, ഈ ഇൻഡൈജഷൻ ഡ്യൂ ടു ഫാറ്റി തിങ്സ്, അത് വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് പൾസാറ്റില. പൾസാറ്റില അങ്ങനെ വരാറുണ്ട് കേട്ടോ. പൾസാറ്റില ഈ ഇത് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ പൾസാറ്റില നമുക്ക് ക്ലിനിക്കിൽ കിട്ടും. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒത്തിരി വ്യത്യാസമായി. ഞാൻ പറഞ്ഞില്ലേ, ഗാസ്ട്രോഎൻട്രൈറ്റിസ് ഒന്നും ഇപ്പം വരാറേ ഇല്ല. ഗാസ്ട്രോഎൻട്രൈറ്റിസ് അത്ര ഹൈജീനിക് ആയിട്ടുള്ള ഫുഡും ഒക്കെയാണ് ഇപ്പൊ. പിന്നെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നവർക്കായിരിക്കും പിന്നെ ഇപ്പൊ വരുന്നത്. ഇപ്പൊ ഹോട്ടലിൽ, അതുപോലെ ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്കും വരും. ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്ക് ശരിയാ, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ഇപ്പൊ കാണുന്നേ ഇല്ല. കാരണം എല്ലാവരും ഒക്കെ വളരെ എല്ലാരും വളരെ അവെയറായി. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ അച്ഛൻ ജോലിക്കുമ്പോ അമ്മ പിരിക്കുക എന്ന് പറയും, കയറ് പിരിക്കാനായിട്ട് പോകും. കുട്ടികൾ തന്നെ കൈയൊന്നും കഴുകത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ മൂത്തയാളെ ഇളയ കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു. അന്നൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അത്തരം പ്രശ്നങ്ങളില്ല, പകരം വലിയ അസുഖങ്ങളാണ്. അതൊക്കെ ഇപ്പൊ ചൊറി ഇതൊക്കെ കുറവല്ലേ. ഇപ്പൊ പണ്ടത്തെ പോലെ കരപ്പനില്ല, പല സൈസ് കരപ്പനും ഇപ്പൊ ഇല്ല. പിന്നെ വേറെ ഒരു മെഡിസിൻ നമ്മൾ പറയാത്തൊരു മെഡിസിൻ ഉണ്ട്, അതാണെന്നറിയാമോ? കാൽക്കേരിയ കാർബ് വണ്ടർഫുൾ മെഡിസിൻ. ഡയറിയ ഡ്യൂറിങ് ഡെന്റീഷനിൽ അതും വരുവേ? അല്ല ഡോക്ടർ, അല്ല, ഡെന്റിഷനിൽ മാത്രമല്ല. കാൽക്കേരിയ കാർബ് വരുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മരാസ്മസ് ചിൽഡ്രൻ ഇല്ലേ, മരാസ്മസ്, ഈ കല്ലും കട്ടയും എടുത്ത്, ചില പിള്ളേരുണ്ട് കല്ലും കട്ടയും ഇങ്ങനെ എടുത്ത് തിന്നും, അമ്മമാരെ കാണാതെ ഇങ്ങനെ തപ്പി എടുത്ത് കഴിക്കും. അതുപോലെ തന്നെ ഈ പച്ചരി, വീട്ടിൽ അരി എടുക്കുമ്പം പച്ചരി തിന്നും. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ഈ നമ്മൾ ഗ്രഹണി എന്ന് പറയും, ഗ്രഹണി എപ്പോഴും ഇങ്ങനെ വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, വയറും വീർത്തിരിക്കും, ഇൻഡൈജസ്റ്റബിൾ തിങ്സ് കഴിക്കും. അതിന്റെ മെയിൻ 2 മെഡിസിനാണ് അലൂമിനയും കാൽക്കേരിയ കാർബും. കാൽക്കേരിയ കാർബ് വെരി ഗുഡ് മെഡിസിൻ. അതിന് 0 ബാർ പൊട്ടൻസിയ ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അത് നല്ല റിസൾട്ടും ആണ്. കാൽക്കേരിയ കാർബ് വണ്ടർഫുൾ മെഡിസിൻ. അതൊക്കെ കാൽക്കേരിയ കാർബ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനാണ്. ജയലളിത ഡോക്ടർ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഐ ഗോട്ട് റിസൾട്ട് വിത്ത് കാർബോവെജ് ഫോർ എന്തിനായിരുന്നു? സ്മോക്ക്ഡ് മീറ്റിന്. സ്മോക്ക്ഡ് മീറ്റിന് കാൽക്കേരിയ ഫോസ് ഉണ്ട്. കാൽക്കേരിയ ഫോസ് കൂടുതലും കിട്ടുന്ന ഡോക്ടറെ ഏതാണെന്നറിയാമോ? ഈ പിള്ളേര് ഉപ്പേരി ഇടിപിടി അതൊക്കെ കൂടുതൽ കഴിക്കും. ഈ ഫ്രൈഡ് ഐറ്റംസ്, ക്രേവിങ് ഫോർ ഫ്രൈഡ് ഐറ്റംസ്, അത് മതി പിള്ളേർക്ക്.
അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് കാൽക്കേരിയ ഫോസ് കൊടുക്കാം. കാൽക്കേരിയ ഫോസിന്റെ ഒരു 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 ഡിസയർ തന്നെ അതല്ലേ. കാൽക്കേരിയ ഫോസിന്റെ ഡിസയർ തന്നെ അതാണ്. ഡിസയർ ഫോർ ഫ്രൈഡ് തിങ്സ് അതാണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് കാൽക്കേരിയ ഫോസ് കൊടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡെഫിഷ്യൻസി ഡയറിയ ഉണ്ട്. ഡെഫിഷ്യൻസി ഡയറിയ. ആ ഡെഫിഷ്യൻസി ഡയറിയ വരുമ്പോൾ നമ്മൾ അത് കണക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഡയറിയ, കാൽസ്യം ഡെഫിഷ്യൻസി ഡയറിയ, ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് കൂടെ അതുകൂടെ കൺസിഡർ ചെയ്ത് വേണം മെഡിസിൻ കൊടുക്കാൻ. അതൊക്കെ ഉണ്ടോ ഇപ്പം? അതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഡയറിയ ഒക്കെ ഉണ്ട്. ഡെഫിഷ്യൻസി ഡയറിയ വല്ലപ്പോഴും കിട്ടാറുണ്ട്. ഈ അൺഹൈജിനിക് ഡയറിയാസ് ആണ് ഒത്തിരി കുറഞ്ഞിരിക്കുന്നത്. അതുപോലെ റൗണ്ട് വേം, സിന വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ അല്ലേ ഡയറിയക്ക്. ആ സിനയുടെ ഒരു സിംറ്റം തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ. ക്യാരി ചെയ്താൽ റിലീഫ് കിട്ടത്തില്ല. അതുപോലെ തന്നെ തോളത്ത് ഇങ്ങനെ ഇട്ടാല് കൊച്ച് മൂക്കിട്ട് ഉരച്ചോണ്ടേയിരിക്കും. മൂക്കിട്ട് ഇങ്ങനെ ഉരച്ചോണ്ടിരിക്കും. എന്നിട്ട് വിര കാണണമെന്ന് നിർബന്ധവും ഇല്ല. അതാ നമ്മൾ മോഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ റൗണ്ട് വേംസിന്റെ എഗ്ഗൊന്നും കാണത്തില്ല. പക്ഷെ അതേസമയം ഇതിന്റെ ഈ സിനയുടെ പിറ്റിയസ് മോർണിംഗ് എപ്പോഴും ഗുണം മോഹിക്കൊണ്ടേയിരിക്കും. പിറ്റിയസ് മോർണിംഗ് അതൊക്കെ സിനയുടെ ഒരു സിംറ്റമാണ്. അതുപോലെ കിടക്കുന്നത് കമന്നേ കിടക്കത്തുള്ളൂ സിന കുട്ടികൾ എന്ന് വിചാരിച്ച് അതിനകത്ത് വേറെ ഇതുണ്ടാവണം നിർബന്ധമില്ല. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഓർക്കുന്നു, സിന ഒരു വണ്ടർഫുൾ ഡ്രഗാണ്. അതായത് ചില കുട്ടികൾക്ക് ഈ ഇന്റർമിറ്റന്റ് ഫീവർ ഉണ്ടാവും. അതായത് രാവിലെ പനി കാണും, ഉച്ചയ്ക്ക് പനി കാണത്തില്ല, വൈകിട്ട് പനി കാണും, അങ്ങനത്തെ പനി ഉണ്ടാവും. ഈ പനിയുടെ ഒരു പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചാല് ഈ കൈവെള്ള ചൂട് കാണും, തലയെ ചൂട് കാണത്തില്ല, കാൽവെള്ള ചൂട് കാണും. അപ്പോ പിന്നെ നമുക്ക് അതിന് അങ്ങനെയുള്ള ഈ കേസുകൾക്ക് പിന്നെ അത് ഇന്റർമീഡിയന്റ് ആയിരിക്കും. പല്ലിറുമ്മും, പല്ല് കടിച്ചു പൊട്ടിക്കും. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സിന നമുക്ക് വേംസ് ഉണ്ടാകണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് മെഡിസിൻ കൊടുക്കാം. അതുപോലെ തന്നെ ഈ പിരിയം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കേസ്, ഭയങ്കരമായ ടെമ്പറേച്ചർ, എത്ര മരുന്ന് കൊടുത്തിട്ടും ഭേദമാകുന്നില്ല. പക്ഷെ ഞാൻ അതിനകത്ത് നോട്ട് ചെയ്ത ഒരു ഒബ്സർവേഷനിൽ ഞാൻ കണ്ട ഒരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ ഈ പിരിയം ഉണ്ടല്ലോ, പിരിയം ഇങ്ങനെ മേപ്പോട്ട് ആക്കുന്നു. ആ കൊച്ച് ഈ മയങ്ങി കിടക്കുവാണ്, പിരികം മേപ്പോട്ട് ഇങ്ങനെ ആക്കുന്നു. ഇങ്ങനെ അത് നല്ല രസം, ഇങ്ങനെ മേപ്പോട്ട് പിരിയം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ടിച്ചിങ് പോലെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ കൊടുത്തത് സിന വണ്ണമാണ് ഞാൻ അവരുടെ ഡോസ് കൊടുത്തത്. പക്ഷെ നെക്സ്റ്റ് ഡേ അത് കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് MBBS ഡോക്ടറുണ്ട്, ഞാൻ ഡോക്ടറെ ചോദിച്ചു, ഡോക്ടറെ എന്തിനാ ഈ ഇങ്ങനത്തെ സിംറ്റം വരുന്നത്? അപ്പൊ അന്ന് അങ്ങേര് എൻ്റെ ഒക്കെ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മെനിഞ്ചൈറ്റിസിന്റെ സിംറ്റം ആണെന്ന് എൻ്റെ ഒക്കെ പറഞ്ഞു. ഞാനപ്പോ അതിശയം വിചാരിച്ചു പോയി. അപ്പൊ സിന വണ്ണം കൊണ്ട് ആ മെനിഞ്ചൈറ്റിസ് മാറിയോ? മാറും. നമ്മളൊരിക്കലും ഡയഗ്നോസ് ചെയ്യുന്നില്ലല്ലോ. കാര്യം ദിവസങ്ങളോളം നിന്നൊരു ടെമ്പറേച്ചർ ഈ ഒരൊറ്റ സിംറ്റം ഞാൻ കണ്ടിട്ട് അത് സിന വണ്ണം കൊടുത്തപ്പോൾ അത് മാറി. ഒരു വർഷങ്ങൾക്ക് മുമ്പ് അത് ഒന്നും മനസ്സിൽ നിന്ന് മാറത്തില്ല. ആ കുട്ടിയുടെ ഫേസ് തന്നെ ഇപ്പൊ എന്റെ മനസ്സിലുണ്ട്. എന്റെ ഇത്രയും പ്രാക്ടീസിൽ ഒറ്റ കുട്ടിയെ ഞാൻ അങ്ങനെ ചികിത്സിച്ചിട്ടുണ്ട്. അപ്പൊ സിന നമ്മൾ മറക്കാൻ പാടില്ല. സിന എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ പറഞ്ഞ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഏത് കണ്ടീഷനിലും നമുക്ക് സിന ഉപയോഗിക്കണം. വേംസ് വേണമെന്നേ ഇല്ല. നമസ്കാരം, ഡോക്ടർ അനിൽകുമാറാണ്. ഡോക്ടറെ കേൾക്കാമോ? അല്ല, ഈ ഹരിഹരൻ സാറ് പറഞ്ഞില്ല, ആലോ പറഞ്ഞായിരുന്നു. പറഞ്ഞു. സാറിന്റെ ഒരു ആലോ 10M സാറ് സ്ഥിരം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആണ്. അതുപോലെ ദേവൻ ഡോക്ടർ പറഞ്ഞ റെസ്ക്ലാബ്ര, ഈ ഒഫൻസീവ് ഫ്ലാറ്റുലൻസ് പിടിച്ചു കെട്ടിയുള്ള സ്റ്റോപ്പ് ആവും. പിന്നെ ഈ നമ്മുടെ ഇപ്പൊ റൗണ്ട് വേം പറഞ്ഞല്ലോ, ഇപ്പൊ റൗണ്ട് വേം ഒരു സംഭവം ഒരിടവും കാണാറില്ല. കാരണം ഇപ്പൊ എല്ലാ വീടുകളിലും കക്കൂസുണ്ട്, പറമ്പിൽ പോകുന്നതൊക്കെ കുറഞ്ഞുകൊണ്ട് ഇപ്പം എല്ലാവർക്കും കാണുന്ന പിൻവേമാണ്. ചെരുപ്പിടും. അതൊക്കെ എല്ലാവർക്കും ശൗചാലയം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും. എന്തായാലും അതിന് അപ്പം റൗണ്ട് വേമിന് നമ്മൾ സിന കൊടുക്കും. പക്ഷെ അതിനേക്കാളും നമ്മുടെ പിൻവേംസ് ആണ് കൂടുതൽ.
അതിന് നെർ അപ്പർട്ടറിയുടെ ഒറ്റ മെഡിസിനേ ഉള്ളൂ, കൽക്കേരി ആർട്സ് 30. പിൻവോമിനോ? പിൻവാമിന് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര എഫക്റ്റീവ് ആണ് കൽക്കേരി ആർട്സ് 30. ആ ഡോക്ടറെ, അത് ശരി, വളരെ ശരിയാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തില് ഇച്ചിങ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ കൂട്ടത്തിൽ സൾഫർ കൂടെ കൊടുക്കും. സൾഫർ സൾഫർ കൊടുക്കാം. പക്ഷെ ഇത് നമ്മുടെ ശിശിർ ഡോക്ടർ ഉണ്ട്, ശാരദാകൃഷ്ണ ഹോമിയോയുടെ ശിശിർ ഡോക്ടർ ഒരിക്കൽ നെറപ്പറിനെ പറ്റി പ്രസന്റ് ചെയ്തപ്പോഴാണ് ഈ കൽക്കേരി ആർട്സിന്റെ ഒറ്റ റൂബ്രിക്കേ ഉള്ളൂ, കൽക്കേരി ആർട്സ്. അപ്പൊ ഞാനത് ട്രൈ ചെയ്ത് നോക്കി, ഭയങ്കര എഫക്റ്റീവ് ആണ്. ശരിയാണ്, കറക്റ്റ് ആണ്. അത് ഞാനത് ഉപയോഗിക്കാറുണ്ട്. ആ റൂബ്രിക്ക് വളരെ കറക്റ്റ് ആണ്. ഞാൻ ഇങ്ങനെ ഇച്ചിങ്ങും കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഞാൻ സൾഫറും കൂടെ 30 ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ചുകെട്ടിയോടെ സ്റ്റോപ്പ് ആവും. പിടിച്ചുകെട്ടിയോളെ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഭയങ്കര എഫക്റ്റീവ് ആണ്. താങ്ക് യു. ഓക്കെ അനിൽ ഡോക്ടറെ, ഹരിഹരൻ സാറേ, അപ്പൊ നമ്മളെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി ഡയേറിയ ആയിരുന്നു, വയറിളക്ക രോഗങ്ങളും കുറിച്ചായിരുന്നു ഇന്നത്തെ ചർച്ച. വയറിളക്ക രോഗങ്ങൾക്ക് ഇനി എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഡോക്ടറെ ഒരു കാര്യം കൂടെ പറഞ്ഞോളൂ. ഇപ്പോഴും വരുന്ന മിക്കവാറും ഫീവറിനുള്ള കാര്യം ഡോക്ടർ ചോദിച്ചിരുന്നല്ലോ. ഇപ്പോഴത്തെ ഫീവറിന്റെ കൂടെ മിക്കവാറും വൊമിറ്റിങ്ങും ഡയറിയാണ് വരുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ വെറാട്രാൽബ് 30 ആണ്. ഞാൻ കൊടുത്തു നോക്കി, ഭയങ്കര എഫക്റ്റീവ് ആണ്, 100% എഫക്റ്റീവ് ആണ്. ട്രൈ ചെയ്ത് നോക്കാം. അത് ഡോക്ടർ പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ അത് വേറൊരു കാര്യം കാണുന്നുണ്ട്. ഇപ്പോഴത്തെ പനി കഴിഞ്ഞിട്ട് ഡയറിയ കാണുന്നുണ്ട്. പനിക്ക് മുമ്പേ വരുന്നുണ്ട് ഡോക്ടറെ, പനിക്ക് മുമ്പേ ഡയറിയ വൊമിറ്റിംഗ് ആയിട്ടാണ് വരുന്നത്. ഈ അടുത്ത ദിവസം എനിക്ക് പനി കിട്ടിയത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണാറുണ്ട് ഡയറിയ. ഓക്കെ, അപ്പൊ നമ്മുടെ ചർച്ച വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ദയവായി ക്ഷമിക്കുക. ഇനി ഡയറിയയിൽ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സംശയമാണ്. അത്രത്തോളം നമുക്ക് മെഡിസിൻ ഇന്നത്തെ ക്ലാസ് കൊണ്ട് എല്ലാവർക്കും. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആലോടെന്നം എന്തിനാണെന്ന്. പൈൽസിനാണ്, പൈൽസ്. ആലോടെന്നം. ഓക്കെ, അത് ഹരിഹർ സാറിന്റെ എക്സ്പീരിയൻസ് ആണ്, പറഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കി, വളരെ എഫക്റ്റീവ് ആണ്. വയറിളക്കത്തിന് നല്ലതാണ് ആലോ, പക്ഷെ ആലോടെന്നം സാറ് പറഞ്ഞത് പൈൽസിനാണ്. ഓക്കെ, അപ്പൊ ഗ്രാഫൈറ്റ് 6 എഫക്റ്റീവ് ആണ്, ഗ്രാഫൈറ്റ് 6. ഓക്കെ, വയറിളക്ക രോഗങ്ങളോടൊപ്പം തന്നെ നമുക്ക് പൈൽസിനും മെഡിസിൻ കിട്ടി. വൊമിറ്റിംഗ് അതുവഴി പോയി, അതിന്റെ കൂടെ ഫീവർ വന്നു. എന്തായാലും ഹരിഹരൻ സാറ് ഒന്ന് വളരെ നല്ല മൂഡിലായിരുന്നു. ധനേഷ് ഡോക്ടർ തുടങ്ങി വെച്ചു. ഹരിഹരൻ സാറ് ഗംഭീരമായ അവതരണം നടത്തി. നമ്മുടെ അമ്പാടി മാഡവും കുറെ മെഡിസിൻ കൂട്ടിച്ചേർത്തു. ദേവൻ ഡോക്ടർ എത്തി. അവസാന നിമിഷം അനിൽ ഡോക്ടർ വകയും ഒരു ചെറിയ സദ്യ കിട്ടി. എന്തായാലും വളരെ ഗംഭീരമായ ഒരു ചർച്ചയായിരുന്നു ഇന്നത്തെ വയറിളക്ക രോഗങ്ങളെ കുറിച്ചുള്ള ചർച്ച. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ഇത്രയും അറിവുകൾ പങ്കുവയ്ക്കുകയും ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.